ഒരു തേജസ്സിന്റെ മേഘം ഇന്നു രാത്രി ഞങ്ങളെ കവർ ചെയ്തെടുക്കുന്നത്. ഇന്നു രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ ലിഫ്റ്റ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വിശുദ്ധീകരിക്കുന്ന ദൈവാത്മാവേ, ഓ ശക്തീകരിക്കുന്ന ദൈവാത്മാവേ, വിടുവിക്കുന്ന ദൈവാത്മാവേ, ജയം തരുന്ന ദൈവാത്മാവേ, 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 ഓ രമശമാരിയ പ്രമാണ, ഓ ശമപ്രമാണിയ, ഓ ജമപ്രമാണിയ, ഓ പരിശുദ്ധാത്മാവിന്റെ ശക്തി ചിലതിനെ ഇന്ന് രാത്രി ഓണാക്കട്ടെ, ഓണാക്കട്ടെ. ശാൽബന 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 വാർത്തനി വാൽക്കന മെരേജി. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. Ralka talbala la talla rasana talla rasana ratia arakachana ramachana barabachania rabababa varthania pravashia. ആത്മമണ്ഡലം ഉണർത്തപ്പെടട്ടെ, ആത്മമണ്ഡലം ഉണർത്തപ്പെടട്ടെ, ആത്മമണ്ഡലം ഉണർത്തപ്പെടട്ടെ. ആത്മാവ് ഉണരട്ടെ, ആത്മാവ് ഉണരട്ടെ. ജഡമല്ല, മനസ്സല്ല, ആത്മാവ് ഉണർത്തപ്പെടട്ടെ. റിവൈവ് ചെയ്യപ്പെടട്ടെ. മൈൻഡ് റലമല്ല, ഫിസിക്കൽ റലമല്ല, സ്പിരിറ്റ് റലം ചലിക്കട്ടെ. ആത്മമണ്ഡലം ചലിക്കട്ടെ, ആത്മമണ്ഡലം. റിവൈവൽ ഓൺ ദ സ്പിരിറ്റ് റലം. ആത്മാവ് ഉണരട്ടെ, എന്റെ ആത്മാവ് ഉണരട്ടെ. എന്റെ മനസ്സിനെ കാട്ടിലോ, എന്റെ ശരീരത്തെ കാട്ടിലോ എന്റെ ആത്മാവിനകത്ത് ഒരു തീ പിടിക്കട്ടെ. എന്റെ ആത്മാവിനകത്ത് let the spirit realm be opened. നാരകടകലകടകർത്തനാദി നിഗലകടക ചവപ്രവാഹി കത്തുന്ന ദൈവത്തിന്റെ അഗ്നി. രാൽബ ചൽബ ചൽബ ചൽബാരിയ രാൽക ചൽഗ ചൽഗര കദബ പ്രവാസിയ ബപ്രവാനിയ. അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തൊട്ടുമുകളിൽ ഇരുത്തിയെന്നല്ല, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അത്യന്തം മീതെ. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സീറ്റഡ് ജസ്റ്റ് അബവ് എന്നല്ല, സീറ്റഡ് ഫാർ അബവ്. ഇന്ന് പകൽ നിന്റെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുഖത്ത് നോക്കി പറ, നിന്നെ കട്ടിലും ഫാർ അബവ് നിൽക്കുന്ന, ഫാർ അബവ് അത്യന്തം മീതെ ഉയർന്നു നിൽക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ് ഞാൻ. അത്യന്തം മീതെ ഉയർന്നു നിൽക്കുന്ന ദൈവരാജ്യത്തിന്റെ അംഗമാണ് ഞാൻ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായം. അവിടെ അശൂർ രാജാവായ സെൻഹെരീബ് തന്റെ ദൂതനായ റബ്ശാക്കെ അയച്ചിട്ട് ഇസ്രായേലിനെതിരെ കൊലവിളി നടത്തുകയാണ്. ആ യുദ്ധത്തിന് വിളിക്കുമ്പോൾ, പരസ്യമായി ആക്ഷേപിച്ച് യുദ്ധത്തിന് വെല്ലുവിളിക്കുമ്പോൾ താൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്.
ആ ചോദ്യം ഇങ്ങനെയാണ്. 33-ാം വാക്യം 2 രാജാക്കന്മാർ 18:33 വരുമ്പോൾ അവിടെ ചോദിക്കുകയാണ്, അശ്ശൂർ രാജാവായിരിക്കുന്ന എൻ്റെ കയ്യിൽ നിന്ന് ജാതികളുടെ ദേവന്മാരാരെങ്കിലും തൻ്റെ ദേശത്തെ അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ആമേൻ. നാട്ടിലെ ഊരിപ്പിടിച്ച വാളും നാക്ക് തള്ളി കണ്ണും തള്ളി നിൽക്കുന്ന ദേവന്മാർക്ക് പോലും ജയിക്കാൻ കഴിയാത്ത ഒരു അളവിലേക്കൊരു മനുഷ്യൻ വളർന്നു. അശ്ശൂർ രാജാവ് പറയുകയാണ്, നാട്ടിലെ കുട്ടി ദൈവങ്ങൾക്കാർക്കെങ്കിലും, ദേശാധിപതികളായി ഇരിക്കുന്നവർക്കാർക്കെങ്കിലും എന്നോട് ജയിക്കാൻ കഴിഞ്ഞോ? കണ്ടോ, ഒരു നാട്ടു ദൈവത്തിനും ജയിക്കാൻ കഴിയാത്ത അളവിലേക്ക് ഒരു അശ്ശൂർ രാജാവ് പൊങ്ങി വരികയാണ്. ആമേൻ. ജാതികളുടെ ദേവന്മാരെ കട്ടിലും വലിയവനാണ് ഞാനെന്ന് അശ്ശൂർ രാജാവ് പറയുകയാണ്. കണ്ടോ, മാനുഷിക ശക്തികൾ പൈശാചിക ശക്തികളെക്കാട്ടിലും ഉയർന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ അന്യദേവ ശക്തികളെക്കാട്ടിലും ഉയർന്നു നിൽക്കുന്ന ഒരു തലം. എന്നിട്ട് 34-ാം വാക്യത്തിൽ പേരെടുത്ത് അന്യദൈവങ്ങളെ പരിഹസിക്കുക. ഹമാത്തിലെയും അർപ്പാദിലെയും ദേവന്മാർ എവിടെ? സെഫർവയിലെയും ഹേനയിലെയും ഇവയിലെയും ദേവന്മാർ എവിടെ? 5 പ്രധാന പട്ടണങ്ങളെ വിളിച്ച് 5 പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലെ ക്ഷേത്രങ്ങളിലെ ദൈവങ്ങളെ പേര് വിളിച്ചിട്ട് ചോദിക്കുക, അർപ്പാദിലെ ദൈവം എവിടെ? ഹമാത്തിലെ ദൈവം എവിടെ? ഹേനയിലെ ദൈവം എവിടെ? ഇവയിലെ ദൈവം എവിടെ എന്ന് ചോദിച്ച് ദേവന്മാരെ വെല്ലുവിളിക്കുന്നതായ ഒരു രാജാവ്. എന്നിട്ട് ഇസ്രായേലിൻ്റെ സമീപ പട്ടണമായിരിക്കുന്ന ശമര്യയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാ, ദേ നിന്റെ തൊട്ടപ്പുറത്ത് ഒരുത്തൻ കിടക്കുന്നു, അവനെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് അടുത്ത 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുക, യഹോവ യെരൂശലേമിനെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ആ ദേശങ്ങളിലെ സകല ദേവന്മാരിലും വെച്ച് ഒരുത്തൻ തൻ്റെ ദേശത്തെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചോ? അശ്ശൂർ രാജാവ് പറയുകയാ, ആ ദേവന്മാരാരെങ്കിലും അവരുടെ ദേശത്തെ വിടുവിച്ചിരുന്നെങ്കിൽ നിന്റെ ദൈവം യെരൂശലേമിനെയും വിടുവിച്ചേനെ. ഇപ്പോൾ ആ ദേവന്മാരൊന്നും അവരുടെ ദേശത്തെ വിടുവിക്കാതിരുന്നത് കൊണ്ട് യെരൂശലേമിലെ ദൈവവും എന്ത് ചെയ്യത്തില്ല? വിടുവിക്കത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലേ, അശ്ശൂർ രാജാവ് നിനക്കെതിരെ കൊലവിളി ഉയർത്തി യുദ്ധത്തിന് വരുമ്പോൾ അവൻ ആരെയൊക്കെയോ വിഴുങ്ങിയെന്ന് കരുതി, അവൻ ആരെയൊക്കെയോ നശിപ്പിച്ചെന്ന് കരുതി നിന്നെ ചൊറിയാൻ ധൈര്യപ്പെട്ടെങ്കിൽ, പക്ഷെ നിന്റെ അതിരിനകത്ത് അവൻ കയറുന്നതിന് മുമ്പേ നീ നെടുമ്പാണ് വീണ് നിലവിളിക്കുന്ന ദൈവമാരെന്ന്, നീ രാത്രിയിൽ മുഴങ്കാല് കുത്തിയിരിക്കുന്ന ദൈവമാരെന്ന്, നീ വിശ്വസിക്കുന്ന ദൈവമാരെന്ന് അർത്ഥന പ്രവചകര ബൗഡി പ്രവാചി റാൽക്ക ടൽബര പ്രവാശിയ റാൽക്ക ടൽബര പ്രവാചിയ റാൽക്ക ടൽബര പ്രവാശിയ പ്രാൽത്തേനിയ പ്രവശർത്താനിയ. ആമേൻ. ഇത് കേട്ടിട്ട് വസ്ത്രം കീറി ദൈവത്തിന്റെ ആലയത്തിൽ ചെന്ന ഹിസ്കിയാവിന്റെ അടുക്കൽ ദൈവം പറഞ്ഞു, ഹിസ്കിയാവേ, നീ ഭാരപ്പെടാതിരി, അവനെ ഞാൻ നിന്റെ ദേശത്തിട്ട് കൊല്ലത്തില്ല. പിന്നെ അവൻ നിന്റെ നേരെ യുദ്ധത്തിന് വരുമെന്നുള്ളത് സത്യമാണ്. പക്ഷെ യുദ്ധത്തിന് വരുമ്പോ നിന്റെ അതിരിങ്കൽ വെച്ച് അവന് വട്ടുപിടിക്കും. അവൻ വട്ടുപിടിച്ച് അവന്റെ ദേശത്ത് പോകും. അവനെ നമ്മുടെ നാട്ടിലിട്ട് തല്ലിക്കൊല്ലാൻ കൊള്ളത്തില്ല. അവനെ സ്വന്തം ദേശത്ത് കൊണ്ടുപോയി നമുക്ക് തട്ടാം. അടുത്ത അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 19-ാം അധ്യായം 7-ാം വാക്യത്തിൽ വരുമ്പോൾ, ഞാൻ അവനൊരു മനോവിഭ്രമം വരുത്തും, അവനൊരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും, ഞാൻ അവനെ അവൻ്റെ സ്വന്തം ദേശത്ത് വെച്ച് വാൾ കൊണ്ട് വീഴുമാറാക്കും. കണ്ടോ, അശ്ശൂർ രാജാവിന് സെൻഹരീബിന് രബ്ശയൊക്കെ ഉപയോഗിച്ച് നിന്റെ ദൈവം എവിടെയെന്ന് വെല്ലുവിളിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെ ഇന്ന് രാത്രി അധരം തുറന്ന് പറഞ്ഞാട്ടെ, പലരെയും തകർത്ത ദുർശക്തി, പലരെയും വീഴ്ത്തിയ ദുർശക്തി അതെന്റെ കോമ്പൗണ്ടിൽ കയറത്തില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ സേവിക്കുന്നത് അതുല്യനായിരിക്കുന്ന ക്രിസ്തുവിനെയാണ്. കരമുയർത്തിപ്പിടിച്ചൊരു മിനിറ്റ് സ്തോത്രം പറഞ്ഞാട്ട്, കരമുയർത്തിപ്പിടിച്ചൊരു മിനിറ്റ് സ്തോത്രം പറഞ്ഞാട്ട്, സ്തോത്രം 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 സ്തോത്രം. പ്രവാചന കൃപയുള്ള ദൈവമക്കൾ അന്യഭാഷകളിൽ ഒരു മിനിറ്റ് സംസാരിച്ചാട്ട്, ഉയർത്തപ്പെട്ട കരങ്ങളോടെ അന്യഭാഷകളിൽ സംസാരിച്ചാട്ട്,
Manasia Racharia Raltatal Bera Pravashia Kartonia Ralkatal Majanam Pravasi Martuni Vejerabam Pravejiam Velagatam Balagatam Paragatam Paragatam Aragasham Balajuram Dibajaram Vedabaksham Bharadegam Digajaram Arthabalam Jebadaksham Boradaksham Bharadegam Digaradam Vaidadaram Vedagatam Balagatikaragashaturabaka Sheribaka. Jesus Lord. Amen. Sarbalakatalbara Sarpalia. Holy Spirit. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥനയിൽ ഓർപ്പിച്ച അതേ വിഷയത്തെ ഒന്ന് പറഞ്ഞ് എല്ലാ ദിവസവും വചന ശുശ്രൂഷയ്ക്ക് മുൻപ് ഇത് ഒരു ഇയർ എൻഡിങ് ഫാസ്റ്റിംഗ് ആയിരിക്കുന്നല്ലോ. ഇയർ എൻഡിങ് ഫാസ്റ്റിങ്ങിന് പ്രധാനമായി 3 തലങ്ങളുണ്ട്. അതിൽ ഒരു തലം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ഞാൻ 2 തലമെന്നാണ് പൊതുവെ പറയാം. ഒന്ന് ഇയർ എൻഡിങ്ങിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 12 മാസങ്ങളിലും ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ ഒരു കടപ്പാടുണ്ട് ഈ ഉപവാസ പ്രാർത്ഥനകളിൽ. 2, അനിശ്ചിതത്വങ്ങളുടെ ഒരു പുതിയ വർഷം കൂടെ പ്രവേശിക്കുമ്പോൾ 2025 നാം പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയില്ലാതെ, ദൈവത്തിൻ്റെ കരുണയില്ലാതെ, ദൈവത്തിൻ്റെ നടത്തിപ്പില്ലാതെ നമുക്ക് ചലിപ്പാൻ കഴിയത്തില്ല. ആകയാൽ കൃപ കെഞ്ചി ദൈവത്തിൽ നിന്നൊരു ശക്തി പ്രാപിപ്പാൻ തക്കവണ്ണം നാം രണ്ടാമതായി ദൈവസന്നിധിയിലിരിക്കുന്നു. എന്നാൽ ഇതിലെ ഈ 2 വിഷയങ്ങളെയും ചേർത്ത് ഇതിനെക്കാട്ടിലും പ്രധാനമായിരിക്കുന്ന വിഷയം ഇന്നലകളിൽ വന്ന കുറവുകൾ, ബലഹീനതകൾ, അവിശ്വസ്തതകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും വരുന്ന നാളുകളിൽ 2024 വിശുദ്ധമായ ഒരളവിൽ, 2024 വിശ്വസ്തമായ ഒരളവിൽ, 2024 ദൈവഭയത്തോടെ, കൃപയോടെ, ആത്മീയമായ ഒരു ഉയർന്ന തലത്തിൽ ജീവിക്കുവാൻ, ആമേൻ, എ പ്രൊമോഷൻ ഇൻ ദ സ്പിരിച്വൽ realm, an upgradation in the spirituality, ഒരാത്മീയ ഉന്നമനത്തിനു വേണ്ടി എല്ലാ വർഷത്തിൻ്റെ അവസാനം കർത്താവേ വന്നുപോയി, എല്ലാ വർഷത്തിൻ്റെ അവസാനം തീരുമാനമെടുത്തു, നിലനിൽക്കാൻ കഴിഞ്ഞില്ല എന്നല്ല, ഒരു സ്പിരിച്വൽ അപ്ഗ്രഡേഷൻ എനിക്ക് ഈ വർഷം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി. എന്നാൽ ഓരോ ദിവസങ്ങളിലും നമ്മൾ ഓരോ വിഷയങ്ങളെ പ്രാർത്ഥിച്ചു പോകുവാൻ ആഗ്രഹിക്കുക. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ച വാക്യവും അതേ വാചകങ്ങളെ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. സ്തോത്രം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം. ഗോത്രപിതാക്കന്മാർ യോസേഫിനോട് അസൂയപ്പെട്ടു. അത് വലിയ കുഴപ്പമാണോ? അല്ല. അസൂയ സഹജമായിരിക്കുന്ന ഒരു സ്വഭാവമാണ്. അസൂയപ്പെടണം. ഞാൻ രാവിലെ ഓർപ്പിച്ചിരുന്നല്ലോ, നമ്മളെ നോക്കി ഒരു മനുഷ്യൻ സഹതപിക്കുന്നതിനെക്കാട്ടിലും നമ്മളെ നോക്കി ഒരു മനുഷ്യൻ അസൂയപ്പെടുന്നത് ഒരു അനുഗ്രഹം. ആമേ. നമ്മളെ നോക്കി മനുഷ്യൻ അസൂയപ്പെടട്ടെ. ആമേ. അതൊരു അനുഗ്രഹം. പക്ഷേ അതിൻ്റെ അടുത്ത ഭാഗം, അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. ലോകത്തുള്ളവരുടെ എല്ലാം അസൂയയെ ക്യാൻസൽ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അവരെ അസൂയപ്പെടും. അവരെല്ലാം മാനസാന്തരപ്പെടുവോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ലോകത്തുള്ളവരുടെ എല്ലാവരുടെയും അസൂയ, അതിന് സഹസ്രാബ്ദം വരുമ്പോഴേ ആ വിഷയം സംഭവിക്കത്തുള്ളൂ. എന്നാൽ ഇവിടെ പറയുന്നത് യോസെഫിനോടുള്ള അസൂയ നിമിത്തം അവനെ മിസ്രൈമ്യർക്ക് വിറ്റുകളഞ്ഞു. ഞാൻ രാവിലെ ഓർപ്പിച്ചിരുന്നു, അതേ വാക്കുകളെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. സിംഹത്തെയും കരടിയെയും ഗോലിയാത്തിനെയും നിമിഷങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്തിയ ദാവീദ് ശൗലിന്റെ കണ്ണുകടിയുടെ മുൻപാകെ വർഷങ്ങൾ അലഞ്ഞു തിരിഞ്ഞു. സഹോദരന്മാരുടെ അസൂയയുടെ മുൻപാകെ യോസേഫ് 13-ലധികം വർഷം സങ്കടത്തിലും വേദനയിലും കാരാഗ്രഹത്തിലും ഒറ്റപ്പെടലിലും കടന്നുപോയി. അസൂയയ്ക്കൊരു ശക്തിയുണ്ട്, നെഗറ്റിവിറ്റിക്കൊരു പവറുണ്ട് ലോകത്ത്. ആമേൻ. എന്നാൽ ദൈവജനം ആ അസൂയയുടെ ഇമ്പാക്റ്റ് നമ്മുടെ മേളിൽ ഉണ്ടാകരുത്. ജീസസ് അസൂയപ്പെട്ടോട്ടെ, അത് അവരുടെ സുഖം. പക്ഷെ ആ അസൂയയുടെ ഇമ്പാക്റ്റ് നമ്മുടെ ജീവിതത്തിൽ അടിക്കരുത്. ഇതിനകത്ത് കണ്ടോ, അസൂയ ഇപ്പൊ ഈ വാക്യത്തിന്റെ അവസാനം ലാഭം വന്നതാർക്ക്? അസൂയ ഉള്ളവനാണോ വാഗ്ദത്തം ഉള്ളവനാണോ? ഈ വാക്യത്തിന്റെ അവസാനത്തിൽ ആർക്കാ ലാഭം ഉണ്ടായത്? ലാഭം ഉണ്ടായത് ആർക്കാ? അസൂയക്കാരന്. 20 വെള്ളിക്കാശ് ആർക്ക് കിട്ടി? അസൂയക്കാരന് കിട്ടി. ഈ 2024 അവസാനത്തിൽ ടാലി ചെയ്യുമ്പോൾ, കണക്കെടുക്കുമ്പോൾ ലാഭം അസൂയക്കാരനാകരുത്, ലാഭം യോസേഫിനായിരിക്കണം. ഇന്ന് രാത്രികാലം കണ്ണുകളെ അടച്ചാട്ടെ.
ഒരു നിമിഷം അധരം തുറന്ന് അധികാരത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ മേൽ, എൻ്റെ ശുശ്രൂഷയുടെ മേൽ, എൻ്റെ സഭയുടെ മേൽ, എൻ്റെ അഭിഷേകത്തിൻ്റെ മേൽ, എൻ്റെ കൃപാവരത്തിൻ്റെ മേൽ, എൻ്റെ ജനത്തിൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ, എൻ്റെ ഉപജീവനത്തിൻ്റെ മേൽ, എൻ്റെ വാഹനങ്ങളുടെ മേൽ, എൻ്റെ വസ്ത്രത്തിൻ്റെ മേൽ, എൻ്റെ സൗന്ദര്യത്തിൻ്റെ മേൽ, എൻ്റെ ആരോഗ്യത്തിൻ്റെ മേൽ, യാതൊന്നിൻ്റെ മേലും ഒരു അസൂയയുടെ കണ്ണുപെടരുത്. ആ അസൂയയുടെ കണ്ണുകൾ ശാസിക്കപ്പെടട്ടെ. അധരം തുറന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവസഭയ്ക്ക് വേണ്ടി ഞാൻ ദൈവത്തോട് മധ്യസ്ഥം ചെയ്യുന്നു. ഈ ദൈവസഭയ്ക്കെതിരെ ഒരു അസൂയയുടെ ശക്തിയും ഉയരരുതേ. അഭിഷക്തനെതിരെ ഒരു അസൂയയുടെ ശക്തിയും ഉയരരുതേ. കുടുംബത്തിനെതിരെ ഒരു അസൂയയുടെ ബലവും പ്രബലപ്പെടരുതേ. ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഏതൊക്കെ അസൂയയുടെ ദുർവ്യാപാരങ്ങൾ ദൈവജനത്തിനെതിരെ, സഭയ്ക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ വേട്ടയാടി ഉയരുന്നെങ്കിലോ ഇന്ന് രാത്രി ഞങ്ങൾ അഭിഷേകത്തിന്റെ അധികാരത്തിൽ അസൂയയുടെ അധികാരങ്ങളെ വെട്ടിക്കളയുന്നു. അസൂയയുടെ പോരുകളെ ശാസിക്കുന്നു. അസൂയ നിമിത്തമുണ്ടാകുന്ന കൂട്ടുകെട്ടുകൾ പൊളിയട്ടെ. അസൂയ മുഖാന്തരമുണ്ടാകുന്ന ദുർവാക്കുകൾ തകരട്ടെ. അസൂയ മുഖാന്തരമുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ഒതുങ്ങട്ടെ. അസൂയ മുഖാന്തരമുണ്ടാകുന്ന സകല പൈശാചിക ശക്തികളോ ഇന്ന് രാത്രികാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കപ്പെടട്ടെ. മനുഷ്യരിൽ നിന്നുള്ള അസൂയകളെ ശാസിക്കണമേ. ആത്മമണ്ഡലത്തിലെ അസൂയകളെ ശാസിക്കണമേ. ഭൗമമണ്ഡലത്തിലെ അസൂയകളെ ശാസിക്കണമേ. മനോമണ്ഡലങ്ങളിലെ അസൂയകളെ ശാസിക്കണമേ. ഇന്ന് രാത്രി ഞങ്ങൾ ദൈവാധികാരത്തിൽ ഉയർന്നു നിന്ന് പ്രാർത്ഥിക്കുന്നു. സകല അസൂയയുടെ അധികാരങ്ങളെയും ഭത്സിക്കുന്നു. യേശുവിന്റെ രക്തത്തിൽ മുദ്രയിടപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ കവർ ചെയ്യപ്പെടട്ടെ. സകല അസൂയയുടെ പോരുകളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. അത് സഭയുടെ മേൽ, തലമുറകളുടെ മേൽ, അഭിഷേക്തന്മാരുടെ മേൽ തൊടാതെ പോകട്ടെ. Oh, victory in the blood of Jesus. Victory in the blood of Jesus. Victory, 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 victory. Victory in the blood of Jesus. Victory in the power of Holy Spirit. Victory in the power of Holy Spirit. Victory in the power of Holy Spirit. Oh, Jaba Prabhajara Prabharama Prabhariya. സകല അസൂയയുടെ ആയുധങ്ങളെയും തകർക്കുന്നു. Salbatal Baraba Kartariya. ആമേൻ. പകൽ സെഷനുകളിലെ അടുത്ത യോഗത്തിൽ, അടുത്ത വചന ശുശ്രൂഷയിൽ അസൂയയെക്കുറിച്ച് വിശദമായി ഒന്ന് എടുത്ത് ബ്രേക്ക് ചെയ്യാൻ ഒരിക്കൽ കൂടെ ആഗ്രഹിക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ. പക്ഷേ ഞാൻ ലഘുവായി ഒരു കാര്യം പറയാം. സ്പിരിച്വൽ തലത്തിലുണ്ടാകുന്ന അസൂയയുണ്ട്, സെക്യുലർ ലെവലിലുണ്ടാകുന്ന അസൂയയുണ്ട്. അല്ലെങ്കിൽ ആത്മമണ്ഡലത്തിലുളവാകുന്ന അസൂയയും ഫിസിക്കൽ തലത്തിൽ ഭൗമമണ്ഡലത്തിലുണ്ടാകുന്ന അസൂയയുമുണ്ട്. യോസഫിനോട് അസൂയപ്പെട്ടതാരാ? അതെവിടെ നിന്നുള്ള അസൂയ? കുടുംബത്തിൽ നിന്നുള്ള അസൂയ. ദാവീദിനോടുണ്ടായ അസൂയ എവിടെ നിന്നുണ്ടായ അസൂയ? കുടുംബത്തിൽ നിന്നല്ല, രാജാവിൽ നിന്ന്. ദാനിയേലിനോടുണ്ടായ അസൂയ എവിടെ നിന്നുണ്ടായതാ? ആമേൻ. അതാ ഒരു കൊമേഴ്സ്യൽ, സമൂഹത്തിൽ, സെക്യുലർ ലെവലിൽ, സൊസൈറ്റിയിൽ നിന്നുണ്ടാകുന്ന അസൂയ. അത് ജോലി സ്ഥലത്ത് കണ്ടോ. കുടുംബത്തിൽ നിന്ന് അസൂയയുണ്ടാകാം. രണ്ട്, സഭയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് അസൂയയുണ്ടാകാം. കോരഹപുത്രന്മാരും ദാദാബും അബീഹുവും എഴുന്നേറ്റ് മോശയ്ക്കും അഹരോനും വിരോധമായി സംസാരിച്ചു. അസൂയ എവിടെ നിന്നാണ് എഴുന്നേറ്റത്? സഭയ്ക്കകത്തു നിന്ന്. കണ്ടോ, 4 തലങ്ങളെ ഞാൻ പറയാം. 1 കുടുംബത്തിനകത്തുനിന്ന്, 2 സമൂഹത്തിനകത്തുനിന്ന്, 3 സഭയ്ക്കകത്തു നിന്ന്, 4ാമത് ഇയ്യോബിനോട് ഒരാൾക്ക് വല്ലാത്ത അസൂയയായി. ആർക്കാണ് അസൂയ ഉണ്ടായത്?
ആത്മമണ്ഡലത്തിൽ നിന്ന് സാത്താൻ അസൂയയുണ്ടായി. അസൂയയുടെ 4 കോർണറുകളുണ്ട്. 1 സാത്താൻ, 2 കുടുംബം, 3 സഭ, 4 സമൂഹം. ഇന്ന് രാത്രികാലം ഒരു നിമിഷം അധരം തുറന്ന് വായ് തുറന്ന് പറഞ്ഞാട്ടെ, ഈ 4 മേഖലകളെ നിങ്ങൾ എണ്ണി പറഞ്ഞ് ശാസിക്കണം. ആമേൻ. നിങ്ങളുടെ അടുക്കൽ ആരും വരത്തില്ല. നിങ്ങളുടെ അകത്തു കിടക്കുന്ന അഭിഷേകം കൊണ്ട്, നിങ്ങളുടെ അകത്തു കിടക്കുന്ന വിശ്വാസം കൊണ്ട്, വിശ്വാസത്തോടെ അധരം തുറന്ന് നിങ്ങൾ ശാസിക്കണം. കർത്താവേ, ഇന്ന് രാത്രി സാത്താന്യ മേഖലയിൽ നിന്ന് ഞങ്ങൾക്കെതിരെ ഉയരുന്ന സകല അസൂയകളുടെ ശക്തികളെയും ഞങ്ങൾ ശാസിക്കുന്നു. കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ഉയരുന്ന സകല അസൂയയുടെ ശക്തികളെയും ഞങ്ങൾ കീഴ്പ്പെടുത്തുന്നു. സഭാ മണ്ഡലത്തിൽ നിന്ന് ആത്മീകരെന്ന് വിളിക്കപ്പെടുന്ന സമൂഹത്തിൽ നിന്ന് ഉയരുന്നതായ അസൂയകളെ, എതിർ പ്രാർത്ഥനകളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിച്ച് ബ്രേക്ക് ചെയ്ത് അതിന്മേൽ ജയമെടുക്കുന്നു. തൊഴിലിടങ്ങളിൽ, സമൂഹത്തിൽ, അയൽപക്കങ്ങളിൽ നിന്നുള്ള സകല അസൂയയുടെ സ്പിരിറ്റുകളെയും ദൈവിക അധികാരത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ഞങ്ങൾ അതിന്മേൽ യേശുവിൻ രക്തത്താൽ ജയമെടുക്കുന്നു. അടുത്തിരിക്കുന്നവരെ തൊട്ടിട്ട് പറഞ്ഞു, ഒരസൂയ ഏക്കത്തില്ലെന്ന് പറഞ്ഞാട്ടെ. ഒരസൂയ ഏക്കത്തില്ലെന്ന്. ആ സന്തോഷത്തോടെ അവരെ തൊട്ട് മുഖത്തോട് മുഖം നോക്കി പറ, അഭിഷക്തനെ, ഒരസൂയയും ഫലിക്കത്തില്ലെന്ന്, ഒരസൂയയും ഫലിക്കത്തില്ലെന്ന്. അധരം തുറന്ന തമ്മിൽ വിശ്വാസത്തോടെ നിങ്ങൾ അടുത്തിരിക്കുന്നവരെ വിളിച്ചിട്ട് പറ, കർത്താവിന്റെ ദാസനെ ഒരസൂയയും തൊടത്തില്ല. കർത്താവിന്റെ ദാസിയെ ഒരസൂയയും നിങ്ങളെ തൊടത്തില്ല. അടുത്തിരിക്കുന്നവരുടെ കരങ്ങളിൽ ഒന്ന് പിടിച്ചേ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടിയല്ല, അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, അങ്ങയുടെ ദാസന്റെ മേൽ ഒരസൂയയുടെ ശക്തിയും തൊടല്ലേ. അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി 1 മിനിറ്റ് പ്രാർത്ഥിച്ചേ. രക്തം കൊണ്ട് മുദ്രയിടപ്പെടട്ടെ, ആത്മാവിൽ കവർ ചെയ്യപ്പെടട്ടെ. Sealed in the blood of Christ, sealed by the Holy Spirit. യേശുവിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ. കരവും ശബ്ദവും ഉയർത്തി ഒരു ഹല്ലേലൂയ മുഴക്കാമോ? വിശ്വാസത്തോടെ ശക്തിയോടെ ഒരു ഹല്ലേലൂയ മുഴക്കാമോ? യോഹന്നാൻ കേട്ടതുപോലെ മഹാപുരുഷാരത്തിന്റെ ആരവം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, തകർത്ത ഇടിനാദം പോലെ ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ശബ്ദമുയർത്തി. ഒരു വാക്യത്തിൽ നിന്നുകൊണ്ട്, ഒരു വാക്കിൽ നിന്നുകൊണ്ട് ചില വിഷയങ്ങളെ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യം. ഇന്ന് രാത്രി അത് ആരംഭിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 17. ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. യോഹന്നാൻ സ്നാപകന്റെ 2 ഒരുക്കങ്ങളെക്കുറിച്ച് നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയും. 1, താൻ ജനത്തെ ഒരുക്കുന്നു. 2, താൻ കർത്താവിൻ്റെ വഴി ഒരുക്കുന്നു. നമുക്ക് അതിൻ്റെ സബ് പോയിന്റിലേക്ക് വരുമ്പോൾ അതിലേക്ക് കയറാം. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഭാഗം, ആ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഒരുക്കം ഉള്ള ഒരു ജനം. എ പീപ്പിൾ പ്രിപ്പയർഡ് ഫോർ ഗോഡ്. എ പീപ്പിൾ പ്രിപ്പയർഡ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യപ്പെട്ട ഒരു ജനം. ഈ ദിവസങ്ങളിൽ ഞാൻ ഒന്നാമതായി ആ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിപ്പയർഡ് ഫോർ ദ ലോർഡ്. ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെടുക. ഈ ദിവസങ്ങളിൽ, ഈ ഉപവാസ പ്രാർത്ഥനകളിൽ നമ്മുടെ അകത്തൊരു ഭയങ്കര പ്രിപ്പറേഷൻ നമുക്ക് ഉണ്ടാകണം. നമ്മൾ ഒന്ന് ഒരുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ആമേൻ. നമ്മുടെ അകത്ത് തന്നെ ഒരു ഒരുക്കം. ഒരുക്കത്തിൻ്റെ പല തലങ്ങളുണ്ട്. അതിലേക്കൊക്കെ സാവകാശം കടന്നു വരാം. ദൈവം ഒരുക്കുന്നതുണ്ട്, പരിശുദ്ധാത്മാവ് ഒരുക്കുന്നതുണ്ട്, ദൂതന്മാരൊരുക്കുന്നതുണ്ട്, ദൈവമേൽപ്പിക്കുന്ന മനുഷ്യരൊരുക്കുന്നതുണ്ട്, നമ്മളെ തന്നെ ഒരുക്കുന്നതുണ്ട്. ആരംഭത്തിങ്കിൽ നമ്മളെ തന്നെ ഒരുക്കുന്നതാണ്. ആ സെക്ഷൻ ഒന്ന് കഴിഞ്ഞതിന് ശേഷം എലാബറേറ്റ് ചെയ്ത് ഡിവിഷനുകളായി തിരിച്ച് നമുക്ക് പഠിക്കാം. എന്നാൽ ഇത് പഠിക്കുക എന്നതിനെക്കാട്ടിലുപരി ഇതിനകത്ത് നിന്ന് പ്രാർത്ഥിച്ചു കയറുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. എ പീപ്പിൾ റെഡി, പ്രിപ്പയർഡ് ഫോർ
ദൈവത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യപ്പെടുക എന്നുള്ളത്. ഇതിനകത്ത് ചില തലങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്ന് രാത്രികാലം 2 വിഷയങ്ങളെ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുവാൻ ആമോസിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. ആമോസിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് ഇസ്രായേലെ, ഞാനിത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. സ്തോത്രം. ഇസ്രായേലെ, ഞാൻ നിന്നോട് ചിലത് ചെയ്യുവാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു ഡു സംതിങ് ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവുകയാണ്. ഒന്നാമതായി ഞാൻ പറയട്ടെ, 2025 ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ പോകുന്നു. ആ വാക്യത്തിൻ്റെ 1-ാമത്തെ ഭാഗത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇത് ഇസ്രായേലേ, ഞാനിത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട്. ഇന്ന് രാത്രി വിശ്വാസത്തോടു കൂടി പറഞ്ഞാട്ടെ, 2025 ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ പോകുന്നു. അതരം തുറന്നു പറഞ്ഞാട്ടെ, 2025 ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ പോകുന്നു. ഇസ്രായേലേ, ഞാനിത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യും. അതരം തുറന്ന് കരമുയർത്തി പറഞ്ഞേ, ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യും. 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 ഇസ്രായേലേ, ഞാനിത് നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് കൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. ഞാനിത് നിന്നോട് ചെയ്യുന്നതിന് മുമ്പേ നീ എന്നെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളണം. പ്രിപ്പയർ. ഞാനതിനെ വളരെ സിമ്പിളായിട്ട് വേഗത്തിൽ അതിൻ്റെ ആശയത്തിലേക്ക് വരാം. പ്രിപ്പയർ ഫോർ ദ എൻകൗണ്ടർ ഓഫ് ഗോഡ്. ദൈവത്തെ ഒന്ന് എതിരേൽക്കാൻ. ദൈവത്തെ, നമ്മൾ ഈ വാക്യത്തെ ഒത്തിരി വ്യാഖ്യാനിച്ച് നമ്മളത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവെന്നുള്ള ഒറ്റ വിഷയത്തിലേക്ക് ചുരുക്കിയാണ് പഠിക്കുന്നത്. പക്ഷേ ആമോസിൻ്റെ പുസ്തകം 4 ഒരു ഇൻഡിപെൻഡൻറ്റ് വേർഡ്സായിട്ട് അത് എടുക്കുമ്പോൾ നമുക്കതങ്ങനെ പഠിക്കാം. എന്നാൽ ഇവിടെ നാം കാണുന്നത് ദൈവവുമായിട്ടൊരു എൻകൗണ്ടറിന് വേണ്ടി അത് പ്രിപ്പയർ ചെയ്യപ്പെടുവാനാണ് ദൈവം അവിടെ ആവശ്യപ്പെടുന്നത്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ജനത്തോട് പറയട്ടെ, പ്രിപ്പയർ ഫോർ ആൻ എൻകൗണ്ടർ വിത്ത് ഗോഡ്. ദൈവത്തെ ഒന്ന് എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ദൈവത്തെ ഒന്ന് സ്വീകരിപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. എൻ്റെ വീട്ടിലേക്ക് ദൈവം ഒന്ന് കയറി വരട്ടെ. എൻ്റെ പ്രസ്ഥാനത്തിലേക്ക് ദൈവം ഒന്ന് കയറി വരട്ടെ. എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഒന്ന് കയറി വരട്ടെ. എൻ്റെ പ്രശ്നത്തിലേക്ക് ദൈവം ഒന്ന് കയറി വരട്ടെ. ഇന്ന് എൻ്റെ വീട്ടിലെ വിഷയം തീർക്കാൻ ഇന്ന് രാത്രി കർത്താവ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 വർഷമായി കിടക്കുന്ന വിഷയത്തിന് എൻ്റെ കർത്താവ് ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് വേഗം വീട്ടിൽ പോവാ. കർത്താവിന് വേണ്ടി എൻ്റെ വീടൊന്ന് പ്രിപ്പയർ ചെയ്യട്ടെ. കർത്താവ് ഇന്ന് രാത്രി വരോ? ഞാൻ എൻ്റെ വീടൊന്ന് പ്രിപ്പയർ ചെയ്യട്ടെ ടു റിസീവ് മൈ ഗോഡ്. എൻ്റെ ദൈവത്തെ ഒന്ന് എതിരേൽക്കാൻ, എൻ്റെ ദൈവത്തെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാൻ, എൻ്റെ ദൈവത്തെ ഒന്ന് ഗ്രീറ്റ് ചെയ്യാൻ, എൻ്റെ ദൈവത്തെ ഒന്ന് സ്വീകരിക്കാൻ ഞാനൊന്ന് ഒരുങ്ങട്ടെ. സ്തോത്ര. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടെ വഴക്കാണെന്നിരിക്കട്ടെ. ഭാര്യയും ഭർത്താവും കൂടെ വഴക്ക് മൂത്തു, നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല. പാസ്റ്റർ വരികയാണ് പ്രശ്നം തീർക്കാൻ. നിങ്ങൾ എന്തൊക്കെ ചെയ്യും? ആദ്യം നിങ്ങൾ രണ്ടുപേരും പോയി കുളിച്ച് വൃത്തിയാകും. നിങ്ങൾ വസ്ത്രം മാറും. 2-3 ദിവസമായിട്ട് അടിച്ചു വാരാത്ത വീടെല്ലാം വൃത്തിയാക്കും. വഴക്കൊക്കെ പറഞ്ഞു തീർത്ത് കഴിയുമ്പോൾ 2-3 മണിക്കൂർ എടുക്കും. പിന്നെ പാസ്റ്ററേയും ഭാര്യയും ആഹാരം കൊടുക്കാതെ വിടാൻ പറ്റത്തില്ല. വഴക്കാണെങ്കിൽ തന്നെയും പ്രശ്നമാണെങ്കിൽ തന്നെയും പ്രശ്നം തീർക്കാൻ പാസ്റ്റർ വരുമ്പം പ്രശ്നം തീരുമെന്നുള്ള ഉറപ്പിനകത്ത് നിങ്ങൾ ഇത് മുഴുവൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് കുറ്റം പറയാൻ നിൽക്കുന്നത്. കണ്ടോ, ഒരു മനുഷ്യൻ നിങ്ങളുടെ വീട്ടിൽ വരുമെന്നാണെങ്കിൽ പോലും അവിടെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ പ്രശ്നം തീർക്കാൻ കർത്താവ് വരാൻ പോവുകയാ. ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവുകയാ. പ്രിപ്പയർ ടു മീറ്റ് ദ ലോർഡ്. ദൈവത്തെ എതിരേൽക്കുവാൻ. ദൈവത്തെ എതിരേൽക്കുവാൻ മലയാളത്തിൽ എതിരേൽക്കുക എന്ന പദമാണ് പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ പറയുന്നത് ദൈവത്തെ ഇങ്ങനെ സന്ധിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ അടുത്തുപോയി നിൽക്കുവാൻ തക്കവണ്ണം എന്തോ ചെയ്യണം? ദൈവത്തിൻ്റെ അടുത്തുപോയി നിൽക്കുവാൻ തക്കവണ്ണം ഒന്ന് പ്രിപ്പയർ ചെയ്യുവാൻ. ഞാനതിനെ ഒറ്റ വാക്കിൽ പറയുകയാണ്, പ്രിപ്പറേഷൻ ഫോർ ആൻ എൻകൗണ്ടർ. ഇന്ന് രാത്രി എത്ര പേർ അതിൻ്റെ തലം തിരിച്ചറിയുന്നുവെന്ന് അറിയുന്നില്ല. പ്രിപ്പറേഷൻ ഫോർ ആൻ എൻകൗണ്ടർ.
എൻകൗണ്ടർ, എൻ്റെ ദൈവത്തെ ഞാനിങ്ങനെ ഫേസ് ടു ഫേസ് കാണാൻ തക്കവണ്ണം എനിക്കൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു എൻകൗണ്ടറിൻ്റെ രണ്ട് മേഖലകളെ ഞാൻ പറയാം. എൻകൗണ്ടറിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ദൈവം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് നമ്മളെ ആ എൻകൗണ്ടറിലേക്ക് ഡ്രാഗ് ചെയ്യുകയായിരിക്കും, നമ്മളെ അതിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകും. അത് അപ്രതീക്ഷിതമായിരിക്കും. നമ്മളുടെ കാഴ്ചപ്പാടിൽ ആ എൻകൗണ്ടർ ആക്സിഡൻ്റൽ ആയിരിക്കും. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് പൗലോസിന് അല്ലെങ്കിൽ ശൗലിന് ഒരു എൻകൗണ്ടർ ഉണ്ടായി. അത് തന്നെ സംബന്ധിച്ചൊരു ആക്സിഡൻ്റൽ ആയിരുന്നു. ആമേൻ. പത്രോസ് ആഹാരം ഒരുക്കുന്ന സമയത്ത് മുകളിൽ കയറിയിരിക്കുമ്പോൾ ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നു. അത് ആക്സിഡൻ്റൽ ആയിരുന്നു. ഇങ്ങനെ പലപ്പോഴും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആദ്യമേ ഉണ്ടാകുന്ന ദൈവിക എൻകൗണ്ടറുകൾ അത് ആക്സിഡൻ്റലായി മനുഷ്യന് തോന്നും, ദൈവത്തിൻ്റെ പ്രീ പ്ലാനിൽ പ്രീ ഡെസ്റ്റിനേഷനിൽ ഉള്ളതാണെങ്കിൽ തന്നെ. പക്ഷേ ആ എൻകൗണ്ടറിന് അപ്പുറമായി ഒരു എൻകൗണ്ടർ ഉണ്ട്. തിരുവെഴുത്ത് പറയുന്നു, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു. ആക്സിഡൻ്റൽ എൻകൗണ്ടർ, ആമേൻ. അപ്രതീക്ഷിതമായിരിക്കുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എൻകൗണ്ടർ. പക്ഷേ അതൊരു പ്രിലിമിനറി പ്രൈമറി എൻകൗണ്ടർ മാത്രമാണ്. അതിനപ്പുറമായ ഒരു ഹയർ ലെവൽ എൻകൗണ്ടർ ഉണ്ട്. ആ എൻകൗണ്ടറിലാണ് ദൈവവും മനുഷ്യനും കൂടെ ഒരു കോൺട്രാക്റ്റിലേക്ക് കയറുന്നത്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ അതിലേക്ക് കടന്നു വരാം. രണ്ട് ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരാം. എൻ്റെ സഹോദരങ്ങളെ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മോശയുടെ ഒന്നാമത്തെ എൻകൗണ്ടർ നമുക്ക് കാണുവാൻ കഴിയാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. അവിടെ യിത്രോയിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിക്കപ്പുറത്തേക്ക് സ്തോത്രം മോശ യാത്ര ചെയ്യുകയാണ്. ഇതൊരു അവിചാരിതമായ യാത്രയാണ്. താനൊന്നും കരുതിക്കൂട്ടിയല്ല ഹോരേബ് എന്ന പർവ്വതം വരെ എത്തിയത്. അങ്ങനെ ഹോരേബ് വരെ അവിടെ ചെന്നു. എന്നാൽ 2-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ആക്സിഡൻ്റൽ അൺഎക്സ്പെക്റ്റഡ് എൻകൗണ്ടർ ആയിരുന്നു അവിടെ സംഭവിക്കുന്നത്. 3-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നിട്ട് 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്, സ്തോത്രം, മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്ത് എന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. അടുത്ത ഭാഗം, നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ ചോദിക്കാം, ഈ എൻകൗണ്ടറിന് വേണ്ടി മോശയാണോ പ്രിപ്പയർ ചെയ്തത്, ദൈവമാണോ പ്രിപ്പയർ ചെയ്തത്? God prepared encounter. ദൈവം ആരംഭത്തിങ്കൽ മോശയുടെ റൂട്ടിനെ മരുഭൂമിക്കപ്പുറത്തേക്ക് ഡയറക്റ്റ് ചെയ്തോ ഹോരേബ് എന്ന മുള്ളുകൾ നിറഞ്ഞ പർവ്വതത്തിൻ്റെ തീരം വരെ. ഞാനൊരു കാര്യം പറയാം, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു എൻകൗണ്ടർ ദൈവം പ്രിപ്പയർ ചെയ്യുമ്പോൾ there may be a route of wilderness in that. ഒരു മരുഭൂമിയുടെ പാത അതിനകത്ത് കാണുമ്പോൾ, ഒരു മുള്ളു നിറഞ്ഞ പർവ്വതം കാണുമ്പോൾ അതിനകത്തൊരു ദൈവത്തിൻ്റെ എൻകൗണ്ടർ ഉണ്ടെന്ന് വിശ്വസിച്ചു കൊള്ളണം. എൻ്റെ സഹോദരങ്ങളെ, ഹോരേബ് എന്ന പർവ്വതത്തിലേക്ക് മോശ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ നിരന്തരം മുൾപടർപ്പാണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ മരുഭൂമിക്ക് അപ്പുറമുള്ള മുൾപടർപ്പിലേക്ക് മോശ നടന്നു ചെല്ലുമ്പോൾ അതിനകത്തൊരു ദൈവത്തിൻ്റെ എൻകൗണ്ടർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിനു പിറകെ ഒന്നായി പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ ദൈവം ഇത് എൻ്റെ നാശത്തിന് വേണ്ടിയല്ല, ഇതിനപ്പുറം ഒരു എൻകൗണ്ടർ ഉണ്ടെന്ന് വിശ്വസിച്ചാട്ടെ. ഇന്ന് രാത്രി ഒന്നിനു പിറകെ ഒന്നായി ആഞ്ഞടിക്കുന്ന പ്രതിസന്ധികളെ നോക്കിയിട്ട് പറഞ്ഞാട്ടെ, ഇതിനപ്പുറം ദൈവത്തെ ഞാൻ അഭിമുഖമായി കാണോ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണുന്നത്, മോശ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ നിൽക്കുമ്പോൾ മുൾപടർപ്പിൽ കത്തുന്നത് ആരാണ്? 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അപ്പോൾ ദൈവം പർവ്വതത്തിൽ ഇറങ്ങി വരുന്നതിന് മുമ്പേ ഒരു ദൂതനെ അവിടെ അയച്ച് ഒരു ദൂതനെ അവിടെ നിർത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടി? മോശയെ ഇങ്ങോട്ട് വിളിച്ചു നിർത്താൻ തക്കവണ്ണം. എൻ്റെയും നിങ്ങളുടെ എൻകൗണ്ടറിന് വേണ്ടി പ്രതിസന്ധികളെ മാത്രമല്ല, അതിനപ്പുറം ഒരു ദൂതനെയും ദൈവം അയക്കുന്നവനാണ്. കണ്ടോ, 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദൈവമല്ല പ്രത്യക്ഷപ്പെടുന്നത്. 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഒരു ദൂതനെ അവിടെ അപ്പോയിന്റ് ചെയ്ത്
മറ്റൊരളവിൽ ഇത് യേശുക്രിസ്തുവിൻ്റെ പൂർവ്വ പ്രത്യക്ഷതയായി പഠിക്കാം. ഞാൻ അതിലേക്ക് കയറുന്നില്ല. ഇവിടെ ഒരു ദൂതനെ അപ്പോയിന്റ് ചെയ്ത് ദൈവം മോശയെ പതുക്കെ എന്ത് ചെയ്യുകയാണ്? ഈ പർവ്വതത്തിലേക്ക് ആകർഷിക്കുകയാണ്. എൻകൗണ്ടർ പ്രിപ്പയർ ചെയ്തത് ദൈവം, എൻകൗണ്ടറിലേക്ക് മോശയെ ഡ്രാഗ് ചെയ്യുന്നത് ദൈവം. എന്നിട്ട് ആ റൂട്ടിലേക്ക് മോശ അറിയാതെ നടന്നു തുടങ്ങിയപ്പോഴത്തേക്ക് ഇപ്പോൾ ദൂതനല്ല അവിടെ പ്രസന്റായി നിൽക്കുന്നത്, പകരമോ 3-ാം അധ്യായം അതിൻ്റെ അടുത്ത വാക്യത്തിലേക്ക്, 3-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 3-ാം വാക്യത്തിൽ മോശ പറഞ്ഞു, ഞാൻ മുൾപടർപ്പ് നോക്കാൻ പോവുകയാണെന്ന്. മുൾപടർപ്പ് നോക്കാൻ പോവുകയാണെന്ന് മോശ പറഞ്ഞ ഉടനെ ദൈവം ദൂതനെ മുൾപടർപ്പിൽ നിന്ന് മാറ്റിയിട്ട് മുൾപടർപ്പിൽ ആര് തന്നെ ഇറങ്ങി നിന്നോ? ദൈവം തന്നെ ഇറങ്ങി നിന്നോ. കണ്ടോ? മോശ തീരുമാനം എടുക്കുന്നിടം വരെ ദൂതനെ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, മോശെ എങ്ങനെങ്കിലും വിളിച്ച് ഇവിടെ കൊണ്ടുവരണം, മോശെ എങ്ങനെങ്കിലും വിളിച്ച് ഇവിടെ കൊണ്ടുവരണം. ദൂതന്റെ പദ്ധതി നിറവേറി. മോശ വായി കൊണ്ട് പറഞ്ഞു, ഞാൻ ആ മുൾപടർപ്പൊന്ന് കാണാൻ ചെന്ന് പോകട്ടെ എന്ന് പറഞ്ഞ് ആ വാക്ക് കേട്ടതുമല്ല, അടുത്തത് സംസാരിക്കുന്നത് ആരാണെന്നറിയാമോ? ദൈവമാണ് സംസാരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ അതിൽ നിന്ന് ഒന്ന് പറഞ്ഞ് മുമ്പോട്ട് കയറാം. ദൈവം നടത്തുന്ന വഴികളിൽ ദൈവത്തോട് പ്രതികരിച്ചു തുടങ്ങിയാൽ അടുത്തത് നീ ദൈവ ശബ്ദം കേൾക്കാം. നിന്റെ പ്രതികരണം ദൈവത്തിന്റെ വായ് തുറപ്പിക്കും. നിന്റെ ശബ്ദം ദൈവത്തിന്റെ ശബ്ദത്തെ പ്രതിധ്വനിപ്പിക്കും. സ്തോത്ര. മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയി. ദൈവം മോശയോട് സംസാരിച്ചു. അവിശ്വാസത്തോടെ, സംശയത്തോടെ, അധൈര്യത്തോടുകൂടെ നിൽക്കുന്ന മോശയെ ദൈവം അവിടെ ബലപ്പെടുത്തി, ശക്തീകരിച്ചു. മരുഭൂമിയിൽ നിന്ന് മിസ്രൈമിലേക്ക് അയച്ചു. ഫറവോന്റെ മുൻപാകെ നിർത്തി. ശക്തിയേറിയ 9 ബാധകളെ തന്റെ കൈകൊണ്ട് നടത്തി. 10ാമത്തെ ബാധയ്ക്ക് ഇസ്രായേലിന് സംരക്ഷണം ഒരുക്കി. 11ാമത് ചെങ്കടലിന്റെ തീരം വരെയും ആ മനുഷ്യനെ കൊണ്ടു നിർത്തി. കരം കൊണ്ട് അത്ഭുതം ചെയ്യിപ്പിച്ച ദൈവത്തിന്റെ പ്രവർത്തികൾ മുഴുവനും ഈ ഹോരേബിലെ ഒറ്റ എൻകൗണ്ടർ കൊണ്ടായിരുന്നു. ഇങ്ങനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് 3 മാസങ്ങൾ അവർ യാത്ര ചെയ്യുകയാണ്. 3 മാസം യാത്ര ചെയ്യുമ്പോൾ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ അതിൻ്റെ 1-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസത്തിൽ അതേ ദിവസം അവർ സീനായി പർവ്വതത്തിലെത്തി. ഇനിയും അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് 11-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, 10-11 വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. അടുത്തത്, അവർ വസ്ത്രമലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനവും കാണെ സീനായി പർവ്വതത്തിൽ ഇറങ്ങും. പുറപ്പാട് 30-ലെ എൻകൗണ്ടർ ആരാ പ്രിപ്പയർ ചെയ്തത്? ദൈവം. പക്ഷെ പുറപ്പാട് 19-ലെ എൻകൗണ്ടർ സംഭവിക്കണമെങ്കിൽ ആര് പ്രിപ്പയർ ചെയ്യണം? ജനം പ്രിപ്പയർ ചെയ്യണം. മോശേ, ഞാനൊരു എൻകൗണ്ടർ തരാം, ഞാൻ നിന്റെ നടുവിൽ ഇറങ്ങി വരാം, പക്ഷേ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. യു ഷുഡ് പ്രിപ്പയർ യുവർ സെൽഫ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവജനത്തോട് പറയട്ടെ, രക്ഷിക്കപ്പെട്ടപ്പോൾ, സ്നാനപ്പെട്ടപ്പോൾ, അതിനൊക്കെ അപ്പുറമായി ദൈവത്തിന് നിങ്ങളോട് ഒന്നും കൂടെ ഇടപെടാനുണ്ട്. Get ready, be prepared for another encounter. Amen. നിങ്ങൾ മാനസാന്തരപ്പെട്ടത് ഒരു എൻകൗണ്ടറിലായിരിക്കാം. നിങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ ഒരു എൻകൗണ്ടർ ഉണ്ടായേക്കാം. നിങ്ങൾ മരുഭൂമിക്കപ്പുറം ചെന്നപ്പോൾ ഒരു എൻകൗണ്ടർ ഉണ്ടായേക്കാം. നിങ്ങൾ മുൾപടർപ്പുകൾ നിറഞ്ഞ ഹോരേബിന്റെ അടിവാരത്തു നിന്നപ്പോൾ ഒരു എൻകൗണ്ടർ ഉണ്ടായേക്കാം. നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോയപ്പോൾ ഒരു എൻകൗണ്ടർ ഉണ്ടായേക്കാം. നിങ്ങൾ ഇനി നിരാശപ്പെട്ടപ്പോൾ എൻകൗണ്ടർ ഉണ്ടായേക്കാം. നിങ്ങൾ ഇനി സഭയിൽ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എൻകൗണ്ടർ ഉണ്ടായേക്കാം. നിങ്ങളെല്ലാം മടുത്തപ്പോൾ എൻകൗണ്ടർ ഉണ്ടായേക്കാം. ആ എൻകൗണ്ടർ അല്ല ഞാൻ പറയുന്നത്, അത് ദൈവം പ്രിപ്പയർ ചെയ്ത എൻകൗണ്ടർ ആണ്. പക്ഷെ ഇന്ന് ദൈവം പറയുകയാണ്, അടുത്ത ലെവലിൽ ഒരു എൻകൗണ്ടർ എനിക്ക് നിന്നോട് തരാനുണ്ട്. ആ എൻകൗണ്ടർ എന്ന് പറയുന്നത്, സ്തോത്രം, നീ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ നൽകുന്ന എൻകൗണ്ടർ ആണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയൂ, 2024-ന്റെ അവസാനം ഒരുങ്ങുന്ന ജനത്തിന് വേണ്ടി ദൈവം ഇറങ്ങി വരൂ. ഒരുങ്ങുന്ന ജനത്തിന് വേണ്ടി ദൈവം ഇറങ്ങി വരൂ.
നീ ജനത്തെ ശുദ്ധീകരിക്ക്, അവര് വസ്ത്രവലക്കട്ടെ, അവരൊരുങ്ങട്ടെ, ഞാൻ അവരുടെ നടുവിൽ ഇറങ്ങി വരോ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്നു. ദൈവം ഇറങ്ങി വരത്തക്കവണ്ണോ, ദൈവം എന്റെ പ്രശ്നത്തിൽ ഇറങ്ങി വരത്തക്കവണ്ണോ, ദൈവം എന്റെ കുടുംബത്തിൽ ഇറങ്ങി വരത്തക്കവണ്ണോ, ദൈവം എന്റെ കിടക്കകത്ത് ഇറങ്ങി വരത്തക്കവണ്ണോ, ദൈവം എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വരത്തക്കവണ്ണോ. നമ്മുടെ പിതാക്കന്മാര്, നമ്മുടെ അമ്മച്ചിമാരൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു, ദൈവത്തെ പിടിച്ചിറക്കുന്ന പ്രാർത്ഥന. ഇന്ന് നമുക്കൊക്കെ, നമ്മുടെയൊക്കെ പവർഫുൾ പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? കാര്യം സാധിപ്പിച്ചെടുക്കുന്ന പ്രാർത്ഥന. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയുടെ പെർഫെക്ഷൻ എന്താണെന്ന് അറിയാമോ? കാര്യം സാധിപ്പിച്ചെടുക്കുന്ന പ്രാർത്ഥന. ഉരുണ്ടും പെടച്ചും കരഞ്ഞും എങ്ങനെയായാലും നമ്മൾ എന്ത് ചെയ്യും? കാര്യം സാധിപ്പിച്ചെടുക്കും. പക്ഷെ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും കാര്യം സാധിപ്പിച്ചെടുക്കുന്ന പ്രാർത്ഥനയല്ലായിരുന്നു. അവരുടെ പ്രാർത്ഥനയിൽ ദൈവത്തെ പിടിച്ചിറക്കും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തെ പിടിച്ചിറക്കുന്ന ഒരു പ്രിപ്പറേഷൻ, ദൈവത്തെ പിടിച്ചിറക്കുന്ന ഒരു പ്രിപ്പറേഷൻ. ദൈവത്തെ പിടിച്ചിറക്കുന്ന ഒരു പ്രിപ്പറേഷൻ. നിങ്ങൾക്കറിയാം, ജോഗ്രഫിക്കലി ഹോരേബും സീനായും ഒരേ പർവ്വത നിരയുടെ രണ്ട് എക്സ്ട്രീമുകളാണ്. പർവ്വതത്തിന്റെ ആരംഭം ദൈവം പ്രിപ്പയർ ചെയ്തതാണെങ്കിൽ പർവ്വതത്തിന്റെ എൻഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ജീസസ്. ഇതിനെ നമ്മൾ യുഗപരവീക്ഷണത്തിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത സ്വർഗം ഒരുക്കിയതായിരുന്നു. കാൽവറിയിലെ യാഗസദ്യ ദൈവം ഒരുക്കിയതാ. പക്ഷെ രണ്ടാമത്തെ പ്രത്യക്ഷത തനിക്കായി ഒരുക്കി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി. സ്തോത്രം. ഞാൻ അതിലേക്ക് വരുന്നില്ല, ഞാൻ ഈ എൻകൗണ്ടറിൽ തന്നെ ഒതുങ്ങുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവം പ്രിപ്പയർ ചെയ്ത എൻകൗണ്ടറിൽ എല്ലാ നെഗറ്റീവുകളും എന്തായി തീരുമെന്നറിയാം? പോസിറ്റീവായി മാറും. മുൾപ്പടർപ്പ് മുഴുവൻ എന്താകും? അത്ഭുതമായി മാറും. പക്ഷെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ദൈവത്തെ വിളിച്ചു വരുത്തുമ്പോൾ അതിൻ്റെ ആരംഭം അത്ര സുന്ദരമൊന്നും ആയിരിക്കത്തില്ല. 19-ാം അധ്യായം 11-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞു, 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കണം. 3-ാം ദിവസം നേരം വെളുക്കുമ്പോ ഞാൻ എന്ത് ചെയ്യാം? സീനായ് പർവ്വതത്തിൽ ഇറങ്ങും. ബൈബിൾ വായിക്കല്ലേ, ഞാൻ നിങ്ങളുടെ അടുക്കൽ നിങ്ങളുടെ ഭാവനയിൽ ചോദിക്കുക. 3-ാം ദിവസം ദൈവം ഇറങ്ങുക. അന്ന് നേരം വെളുക്കുമ്പോൾ പതിവില്ലാത്ത ഒരു പ്രകാശം, പതിവില്ലാത്ത ഒരു കളർ ആകാശത്ത്, പതിവില്ലാത്ത ഒരു നല്ല ക്ലൈമറ്റ്, പതിവില്ലാത്ത ഒരു ചെറിയ മന്ദമാരുതൻ. ഇതൊക്കെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പക്ഷെ അതിൻ്റെ 16-ാം വാക്യം, അവര് പ്രിപ്പയർ ചെയ്തു. പക്ഷെ 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും. സാധാരണ ഇടിമുഴക്കവും മിന്നലും എപ്പോഴാണ് ഉണ്ടാകുന്നത്? വൈകിട്ടല്ലേ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒക്കെ കാലം തെറ്റിയത് കൊണ്ട് രാവിലെ ഉണ്ടാകും. പക്ഷെ സാധാരണമായി ഇടിമുഴക്കമൊക്കെ ഉണ്ടാകും രാത്രി മുഴുവൻ മഴ പെയ്തിട്ട് രാവിലെ ആകുമ്പം ഒന്ന് അടങ്ങും. പക്ഷെ ഇവിടെ നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും ഉണ്ടായി. ഇതാണോ ദൈവം വരുന്നത്? 3 ദിവസം പ്രിപ്പയർ ചെയ്തിരുന്നിട്ട് കിട്ടിയത് എന്തുവാ? നേരം വെളുത്തുടനെ കാർമേഘം. ഈ ദൈവത്തെ, ഇതിനേക്കാൾ നല്ലത് ദൈവത്തെ വിളിക്കാതിരിക്കുന്നതായിരുന്നു അല്ലേ? ഇതിനേക്കാൾ നല്ലത് ദൈവത്തെ വിളിക്കാതിരിക്കുന്നതല്ലായിരുന്നോ? ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ആക്സിഡന്റൽ എൻകൗണ്ടറിൽ മുൾപ്പടർപ്പ് കത്താൻ തുടങ്ങി. പക്ഷെ പ്രിപ്പയർഡ് എൻകൗണ്ടറിൽ വെളുത്ത സൂര്യോദയം പോലും കാർമേഘമായി. പക്ഷെ ആ കാർമേഘത്തിനപ്പുറം ഗംഭീരമായ, മഹാഗംഭീരമായ കാഹളധ്വനി ഉണ്ടായി. ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തിന്റെ അടുക്കൽ പറയാം, നീ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നിടത്ത് ഇടിമുഴങ്ങിയിട്ടുണ്ടെങ്കിൽ, നീ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നിടത്ത് കാർമേഘം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, നീ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നിടത്ത് മിന്നൽ വന്നിട്ടുണ്ടെങ്കിൽ, നീ ദൈവത്തിന് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്തിട്ട് പ്രതികൂലത്തിന്റെ കാർമേഘ, കഷ്ടതയുടെ ഇടിമുഴക്കം, നിന്നയുടെ മിന്നൽ നിന്നെ ആട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന്റെ നടുക്ക് മഹാ ഗംഭീരമായ ഒരു
കാഹളധ്വനി നീ കേൾക്കോ. എന്താ ഈ കാഹളധ്വനി എന്ന് പറയാമോ? മഹാഗംഭീര ധ്വനിയായ കാഹളധ്വനി വിളിച്ചു പറയുക, ദൈവം വരുന്നുണ്ട്, ദൈവം വരുന്നുണ്ട്. ഇന്ന് രാത്രി നിന്റെ കാതുകളെ ഒന്ന് ട്യൂൺ ചെയ്തേ. നിന്റെ പ്രതികൂലത്തിന്റെ കാർമേഘത്തിനകത്ത് നിനക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ? The trumpet is blowing. നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങുന്നു, നിനക്ക് വേണ്ടി ദൈവം. നീ ദൈവത്തെ വിളിച്ചത് വെറുതെ ആയെന്ന്, നീ വെറുതെ ഉപവസിച്ചെന്ന് നാട്ടുകാര് പറയുമ്പോൾ അവരുടെ അടക്കി പിടിച്ച പിറുപിറുപ്പിന് പരിഹാസത്തിന്റെയും നടുവ് മഹാഗംഭീര ധ്വനിയുടെ കാഹളത്തോടെ നിന്റെ ദൈവം സീനായിൽ ഇറങ്ങി വരൂ. Labara Sarakatalia Ralkatal Barajara Deradia Ralbala Badabauda Pravaria Ralkatal Benadi. ആ 16-ാം വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാ, പാളയത്തിലുള്ള ജനമൊക്കെയ നടുങ്ങി. ആ വാക്ക് നിങ്ങൾ കേട്ടോ, പാളയത്തിലുള്ള ജനം നടുങ്ങി. അമ്മേ, പെരുന്നാളിന് PP വാങ്ങാൻ പോയവര് നടുങ്ങിയില്ല, ഉത്സവപ്പറമ്പിൽ കെട്ടുകാഴ്ച കാണാൻ നിന്നവൻ നടുങ്ങിയില്ല, കള്ള് ഷാപ്പിൽ നിന്നവൻ നടുങ്ങിയില്ല, ബിവറേജസിലും സിനിമാ തിയേറ്ററിൽ ഇരുന്നവൻ നടുങ്ങിയില്ല. നടുങ്ങിയത് ആരാണെന്നറിയാമോ? ദൈവത്തിന്റെ പാളയത്തിനകത്തിരുന്നത്. പലപ്പോഴും പ്രതിസന്ധി വരുമ്പോ, കലക്കം വരുമ്പോ, ആടി ഉലയുമ്പോ ദൈവത്തെ വിളിക്കാത്തവൻ, ദൈവഭയമില്ലാത്തവന് 110 കറങ്ങുമ്പോ നീ മാത്രം നടുങ്ങോ. പക്ഷേ അതിന്റെ 17-ാം വാക്യം പറയുകയാണ്, നടുങ്ങിയ പാളയത്തിൽ നിന്ന് ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. നിന്നെ മാത്രമായി ദൈവം നടുക്കിയിട്ടുണ്ടെങ്കിൽ നിനക്ക് മാത്രമായി ഒരു പുറപ്പാടുണ്ട്. പേഴ്സണലി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ മാത്രമായി ദൈവം നടുക്കിയിട്ടുണ്ടെങ്കിൽ നിനക്ക് മാത്രമായി ഒരു പുറപ്പാടിനെ ദൈവം തരും. രഹസ്യ പ്രവാചക പരിശുദ്ധാത്മാവിന് ഞാൻ നന്ദി പറയുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ചിലരെ പിടിക്കുന്നു. പ്രവാനി, നീ നടുങ്ങിയിടത്ത് ദൈവം നിന്നെ പുറപ്പെടുവിക്കുക, നീ പേടിച്ച ഇടത്ത് ദൈവം നിന്നെ പുറപ്പെടുവിക്കുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കൺഫേം ചെയ്യുക. കാർമേഘം നിന്നയിടത്ത്, കാർമേഘം നിന്നയിടത്ത്. കാർമേഘം എന്തുവാ പറയുന്നേ? കാർമേഘം ഇടിയും മിന്നലും കൂടെ വന്ന എന്തുവാ പറയുന്നേ? ഇപ്പോ മഴ പെയ്യും, ഇപ്പം നിന്നെ നനയിക്കും. സാഹചര്യം അവരുടെ അടുക്കൽ എന്താ വിളിച്ചു പറഞ്ഞത്? ഇപ്പം മഴ പെയ്യും. സാഹചര്യം വിളിച്ചു പറഞ്ഞു ഇപ്പം മഴ പെയ്യും. പക്ഷെ 18-ാം വാക്യത്തിൽ ഹോളി സ്പിരിറ്റ്, ഓ യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങി അത് മുഴുവൻ പുക കൊണ്ട് മൂടി. സാഹചര്യം പറഞ്ഞത് എന്തുവാ? മഴ പെയ്യുമെന്ന്. പക്ഷെ എക്സ്ട്രീം ഓപ്പോസിറ്റ്, മഴ പെയ്യുമെന്ന് പറഞ്ഞിടത്ത് എന്തോ പെയ്തോ? തീ ഇറങ്ങാൻ തുടങ്ങി. ഇന്ന് രാത്രി ദൈവ പൈതലേ, ദൈവത്തിന്റെ എൻകൗണ്ടറിന് വേണ്ടി നീ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ പോയിന്റിലേക്ക് കയറുന്നതേ ഉള്ളൂ. അമേൻ. സാഹചര്യം പറയും നിന്നോട് മഴ പെയ്യുമെന്ന്, സാഹചര്യം പറയും നീ ഗതി പിടിക്കത്തില്ലെന്ന്, സാഹചര്യം പറയും നീ ഇവിടെ നിന്ന് നനഞ്ഞു കുളിക്കുമെന്ന്, സാഹചര്യം പറയും നീ പൊങ്ങത്തില്ലെന്ന്. പക്ഷെ സാഹചര്യം പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ്, സാഹചര്യം പറയുന്നതിന്റെ നേരെ വിപരീത നിന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തോ. ഇന്ന് രാത്രി എത്ര പേർ അതിനെ റിസീവ് ചെയ്യുന്നു? സാഹചര്യം നിന്നോട് പറഞ്ഞതല്ല, ദൈവം വേറെ ഒന്ന് നിന്റെ മേളിൽ ചെയ്യുവാൻ പോവുകയാണ്. ഇന്ന് രാത്രി ആകാശം കാർമേഘം കൊണ്ട് മൂടി, പ്രകൃതി ഇടിമുഴക്കി, ലോകം മിന്നലിട്ട് നിനക്കെതിരെ വാദിച്ചു കെട്ടിയ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, സാഹചര്യം നിന്നോട് പറഞ്ഞതിന് നേർ വിപരീതമായ ഒരു പ്രവൃത്തി
ആകാശം കാർമേഘം കൊണ്ട് മൂടിയിടത്ത് തീയിറങ്ങിയെങ്കിൽ, ഇടിയും മിന്നലും സംഭവിച്ചിടത്ത് മഴയല്ല, തീയിറങ്ങിയെങ്കിൽ, മനുഷ്യൻ നിനക്ക് മുൻപാകെ വിരിച്ചിട്ടിരിക്കുന്ന സാഹചര്യങ്ങളുടെ മുൾമത്തകളല്ല, കൃപയുടെ പരമധാരി ദൈവം അതിന്റെ നടുവിൽ നിനക്ക് തുറക്കുമെന്ന് ഇന്നു രാത്രി പരിശുദ്ധാത്മാ പ്രവാചക ഒരു മിനിറ്റ് കരമടിച്ച് അന്യഭാഷകളിൽ, ഒരു മിനിറ്റ് കരമടിച്ച് അന്യഭാഷകളിൽ. എന്റെ സഹോദരങ്ങളെ, ഇതൊന്നാം ഈ എൻകൗണ്ടറിന്റെ ഒന്നാമത്തെ ഭാഗമാണ്. പുറപ്പാട് 19 തുടങ്ങി പിന്നെ അങ്ങോട്ട് ആ എൻകൗണ്ടറിനപ്പുറം മോശയും അഹരോനും അഹരോനും കൂടെ കയറി ചെല്ലുന്നു. പിന്നെ മോശ മാത്രം കയറി ചെല്ലുന്നു. ദൈവം സംസാരിക്കുന്നു. അതിനനന്തരം കൽപ്പലകകളെ കൊടുത്തുവിടുന്നു. അത് തകരുന്നു. രണ്ടാമത് ദൈവം വീണ്ടും മോശയെ വിളിക്കുകയാണ്. ഞാൻ അതിലേക്ക് ഒറ്റ അടിക്കാൻ സ്കിപ്പ് ചെയ്യുക. കാരണം ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളൊക്കെ വചനത്തിന് നല്ല ഡെപ്ത് ഉള്ളവരാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആകയാൽ ഞാൻ അതിൻ്റെ കഥകളെ പറഞ്ഞ് മുമ്പോട്ട് പോകുന്നില്ല. ഞാൻ അതിൻ്റെ പോയിന്റ് പറയുകയാണ്. അടുത്തത് പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിലേക്ക് വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 34 അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം മോശയുടെ അടുക്കൽ പറയുകയാണ്, നീ രാവിലെ ഒരുങ്ങി. 19-ാം അധ്യായത്തിൽ ഇത് ആർക്കുള്ള എൻകൗണ്ടർ ആയിരുന്നെന്നറിയാമോ? ജനത്തിനുള്ളതായിരുന്നു. ആമേൻ. ദൈവം ആരായെന്ന് അവരെ വെളിപ്പെടുത്തുക. ഇന്നലെ രാത്രി ഞാൻ ഓർപ്പിച്ചല്ലോ, ദർശനങ്ങളിൽ കൂടെ ദൈവം വെളിപ്പെടും, സ്വപ്നങ്ങളിൽ കൂടെ ദൈവം മെസ്സേജ് കൺവേ ചെയ്യും. 19-ാം അധ്യായത്തിൽ ജനത്തോട് ഇടപെടുന്ന ദൈവം 34-ാം അധ്യായത്തിൽ മോശയോട് പേഴ്സണലി ഇടപെടുകയാണ്. ദൈവം മോശയോട് പറയുകയാണ്, നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായ് പർവ്വതത്തിൽ കയറി പർവ്വതത്തിന്റെ മുകളിൽ എൻ്റെ സാന്നിധ്യത്തിലേക്ക് വരണം. ഹോരേബിൽ ഒരുങ്ങാതെ ചെന്ന മോശയെ മുൾപടർപ്പിന്റെ അടുത്തെത്തിയപ്പോഴാ പറഞ്ഞത്. മുൾപടർപ്പിന്റെ അടുത്തെത്തിയപ്പോഴാ പറഞ്ഞത്, പിന്നെ നീ കാലിലെ ചെരുപ്പ് ഊരിക്കളയാനൊക്കെ അങ്ങ് മുകളിൽ ചെന്നപ്പോഴാ ദൈവം പ്രിപ്പയർ അവിടെ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ദൈവം പറയുകയാണ്, മേളി വന്നിട്ട് ചെരുപ്പൂരാനും മേളി വന്നിട്ടൊന്നും നടക്കത്തില്ല. പകരം അതിന് നീ താഴെ പ്രിപ്പയർ ചെയ്ത് രാവിലെ കയറി വരണമെങ്കിൽ നീ അതിരാവിലെ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ നീ സീനായ് പർവ്വതത്തിന്റെ മുകളിൽ എൻ്റെ സന്നിധിയിൽ കയറി വരണം. ഇവിടെ ദൈവം മോശയെ പ്രിപ്പയർ ചെയ്ത് വിളിക്കുകയാണ്. മോശേ, നീ ഒരുങ്ങി കയറി വരണം. ഈ എൻകൗണ്ടറിലേക്കാണ് ഞാൻ വരുന്നത്. പ്രിപ്പേർഡ് എൻകൗണ്ടർ. 34-ാം അധ്യായത്തിലെ എൻകൗണ്ടറിൽ ദൈവമാണോ പ്രിപ്പയർ ചെയ്യുന്നത്, മോശയാണോ പ്രിപ്പയർ ചെയ്യുന്നത്? ഒന്നുറക്കെ പറഞ്ഞേ, മോശെ. നമ്മൾ ഒരു എൻകൗണ്ടറിന് വേണ്ടി ഒരുങ്ങണം.
സ്തോത്രം. ഇനിയും അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ, മോശെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ മോശ മുമ്പിലത്തെ പോലെ 2 കൽപ്പലക ചെത്തി അധികാലത്ത് എഴുന്നേറ്റ് യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ സീനായി പർവ്വതത്തിൽ കയറി കൽപ്പലക 2 കയ്യിലെടുത്തുകൊണ്ട് പോയി. അപ്പോൾ യഹോവ മേഘത്തിലിറങ്ങി അവിടെ അവൻ്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. യഹോവ അവൻ്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവൻ, 1000 ദയപാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം 4-ാമത്തെ തലമുറയോളം സന്ദർശിക്കുന്നവൻ. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ദൈവം കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയൊക്കെ ഉള്ളവനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, മോശ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. എന്നിട്ട് നമസ്കരിച്ചിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇപ്പം പറഞ്ഞില്ലേ നീ ഒത്തിരി കൃപയും കരുണയും മനസ്സിലും ഒക്കെ ഉള്ളവനാണെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ക്ഷമിച്ച് നീ ഞങ്ങളെ ആരാക്കി തീർക്കണം. 9-ാം വാക്യത്തിൻ്റെ അവകാശം, 9-ാം വാക്യത്തിൻ്റെ അവസാനം, നീ ഞങ്ങളെ നിന്റെ അവകാശമാക്കി തീർക്കണമേ. ഇവിടെ മോശ ദൈവത്തിൻ്റെ അടുക്കൽ അവിടെ ചെന്നിട്ട് പറയാണ്, കർത്താവേ, ഒരു കാര്യം ഞാൻ പറയാം, നീ ഞങ്ങളെ നിന്റെ അവകാശമാക്കി തീർക്കണമേ എന്ന് പറഞ്ഞാൽ നീ ഞങ്ങളെ അങ്ങ് പർച്ചേസ് ചെയ്യണമേ, നീ ഞങ്ങളെ അങ്ങ് പർച്ചേസ് ചെയ്യണമേ. മോശ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ആ എൻകൗണ്ടറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഒരു നിയോഗം മേടിക്കുകയല്ല, ഒരു അനുഗ്രഹം മേടിക്കുകയല്ല, പകരം ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ മോശ പറയാം, കർത്താവേ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇത്ര ഒരുങ്ങിക്കെട്ടി ഇവിടെ കയറി വന്നതാ, ആമേൻ, നീ ഞങ്ങളെ അങ്ങ് വിലക്കെടുക്കാം. ക്യാൻ യു പർച്ചേസ് മീ? ക്യാൻ യു മേക്ക് us your inheritance? ഈ ഒരു വാക്ക് ദൈവം കേട്ടതും അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 10-ാം വാക്യം, അതിനവൻ അരുളി ചെയ്തത് എന്തെന്നാൽ, ഞാൻ ഒരു നിയമം ഉണ്ടാക്കുന്നു, ഞാൻ ഒരു നിയമം ഉണ്ടാക്കുന്നു. നമ്മൾ മലയാളം ബൈബിളിൽ ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. പഴയ നിയമം, പുതിയ നിയമം. നിയമം എന്ന് പറഞ്ഞാൽ എന്താ? റൂൾ. അവിടാണ് നമുക്കെല്ലാം പറ്റിപ്പോയത്. നിയമമെന്ന് പറഞ്ഞാൽ റൂളല്ല, നിയമമെന്ന് പറഞ്ഞാൽ ഉടമ്പടി. പഴയ ഉടമ്പടി, പുതിയ ഉടമ്പടി. അപ്പം ഞാൻ നീയുമായി ഞാനൊരു നിയമം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇന്നലെ വരെയുള്ള നിയമമൊക്കെ മാറി നിയമം പുതുക്കുകയാണ്, ഭരണഘടന പുതുക്കുകയാണ്, അതല്ല അവിടെ പറഞ്ഞത്. എന്നെ ഒന്ന് മേടിക്കാമോ, ഞങ്ങളെ ഒന്ന് പർച്ചേസ് ചെയ്യാമെന്ന് ചോദിച്ചപ്പം കർത്താവ് പറഞ്ഞു, എന്നാൽ പിന്നൊരു കാര്യം ചെയ്യാം, ആധാരം എടുത്തോ, മുദ്രപത്രം എടുത്തോ, നമുക്ക് സംഗതി അങ്ങ് രജിസ്റ്റർ ചെയ്തേക്കാം. ഞാൻ ഒരു നിയമം ഉണ്ടാക്കുന്നു. Look, I am going to make a new covenant with you. ഞാനൊരു നിയമം ഉണ്ടാക്കുന്നു. ദൈവം ഒരു ഉടമ്പടി ചെയ്യുക. എന്താ ഉടമ്പടി? ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിന് മുമ്പാകെ ഞാൻ ചെയ്യും. നീ സഹവാസം ചെയ്തു പോരുന്ന ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണും. I will do terrible things for you. ഞാൻ നിനക്ക് വേണ്ടി ഭയങ്കരമായ കാര്യങ്ങളെ ചെയ്യും. ഞാൻ അത്ഭുതങ്ങളെ ചെയ്യും, നാട്ടുകാർ കാണത്തക്കവണ്ണം ചെയ്യും. ആമേൻ. ടെറിബിളായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യും. ഇതാണ് ഞാനും നീയും തമ്മിൽ ചെയ്യുന്ന കോൺട്രാക്റ്റ്. ആമേൻ, ആമേൻ. ഗതികെട്ട മോശ കടന്നു എന്നിട്ട് പറഞ്ഞു, കർത്താവേ, വസ്തു ആധാരത്തോടെ നിനക്ക് തന്നേക്കാം, നീ ഞങ്ങളെ അങ്ങ് മേടിച്ച് നിന്റെ പേരിൽ എഴുതി കൂട്ടിക്കോളാമോ എന്ന് ചോദിച്ചപ്പോൾ പറയുക, അങ്ങനെയാണെങ്കിൽ ഞാൻ ആമേൻ നിന്നെ മേടിക്കുന്നതിൻ്റെ വിലയായിട്ടൊരു കാര്യം പറയാം. ഭൂമിയിലെങ്ങും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നീ സഹവാസം ചെയ്തു പോരുന്ന ജനം കാണത്തക്കവണ്ണം ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാം. ആമേൻ. നിനക്ക് വേണ്ടി ആമേൻ ഞാൻ നിന്നോടുകൂടെ ചെയ്യുന്നത് ഭയങ്കരമായിരിക്കും എന്ന് പറയുകയാണ്. എന്നിട്ട് അതിൻ്റെ 12-ാം വാക്യം, ഈ നിയമത്തെക്കുറിച്ച് സംശയമുള്ളവർ അതിൻ്റെ 12-ാം വാക്യത്തിലേക്കൊന്ന് വന്നേ. 12-ാം വാക്യം, നീ ചെല്ലുന്ന ദേശത്ത് നീ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് നീ ഒരു ഉടമ്പടി. കണ്ടോ, ഇവിടെ ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. മേക്ക് എ കവനന്റ്. ഇനി ആ 10-ാം വാക്യം ഒന്ന് കാണിക്കാമോ? 10-ാം വാക്യം. ആമേൻ. ഐ മേക്ക് എ കവനന്റ്. ഞാൻ നീയുമായിട്ടൊരു ഉടമ്പടി ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് നീ ചെല്ലുന്ന ദേശത്ത് നീ എന്ത് ചെയ്യരുത്? അവരുമായിട്ട് വേറെ ഒരു ഉടമ്പടി ചെയ്യരുത്. ഇപ്പൊ ഉടമ്പടി ആര് തമ്മിലാ? നമ്മൾ തമ്മിലാ. ഇപ്പം മനസ്സിലായോ? ഞാൻ നീയുമായി നിയമം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നീയും കൂടെ ഒരു എന്തോ ചെയ്യുകയാണ്? ഒരു കോൺട്രാക്റ്റ്, ഒരു കവനന്റ് ഉണ്ടാക്കുകയാണ്. കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കവനന്റ് ആകുന്നത്. കല്യാണത്തിന് അമേൻ ഉഭയ സമ്മതം ചെയ്യും എന്ന് പറഞ്ഞാൽ അമേൻ കോൺട്രാക്ട് ചെയ്യും. ഞാൻ നിന്നെ സ്നേഹിച്ച് കരുതി ഇതെല്ലാം ചെയ്തു കൊള്ളുന്ന അത് ഉഭയ സമ്മതമാണ്, അത് കോൺട്രാക്റ്റാ. പക്ഷെ അവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് അത് ഒപ്പിട്ട് കഴിയുന്ന ഉടനെ ഉഭയ സമ്മതം എന്തോ ആയി മാറ്റും? ഉഭയ ഉടമ്പടിയാകും. മാര്യേജ് കോൺട്രാക്റ്റ്, മാര്യേജ് സർട്ടിഫിക്കറ്റ് ആകും. നിങ്ങളുടെ ആരുടെയെങ്കിലും മാര്യേജ് സർട്ടിഫിക്കറ്റ് കോൺട്രാക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. കോൺട്രാക്റ്റ് പാസ്റ്റർമാര് അമേൻ പുരോഹിതന്മാർ കൈപിടിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ അത് കോൺട്രാക്റ്റ്. പക്ഷെ ആ കോൺട്രാക്റ്റിനെ കവനന്റ് ആക്കി തീർക്കുകയാണ്. ഞാനിത് ഇത്രയും വലിച്ചു നീട്ടി പറഞ്ഞതിൻ്റെ കാരണം സ്തോത്ര, മോശ പ്രിപ്പയർ ചെയ്തൊരു എൻകൗണ്ടറിൽ പോയപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നോ? ദൈവം അവനുമായിട്ട് ഒരു കവനന്റ് ചെയ്യുവാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രിപ്പയർ ഫോർ ആൻ എൻകൗണ്ടർ. ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കോ. ദൈവം നീയുമായിട്ടൊരു ഉടമ്പടി ചെയ്യോ. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു ദൈവം ഞാനുമായിട്ടൊരു ഉടമ്പടി ചെയ്യും? വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? ദൈവം ഞാനുമായിട്ടൊരു ഉടമ്പടി ചെയ്യുമെന്ന്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഭാഗമുണ്ട്, ഓ യേശുവിൻ്റെ രക്തം എൻ്റെ പാപങ്ങളെ പോക്കും, യേശുവിൻ്റെ രക്തം എന്നെ സൗഖ്യമാക്കും, യേശുവിൻ്റെ രക്തം എന്നെ വിടുവിക്കും. നമ്മൾ എപ്പോഴും പറയുന്നത് ആമേൻ യേശുവിൻ്റെ രക്തം നമ്മുടെ പാപം പോക്കും, സൗഖ്യമാക്കും, വിടുവിക്കും, ഇതൊക്കെയാണ്. പക്ഷെ യേശുവിൻ്റെ രക്തത്തിൻ്റെ അറ്റ്മോസ്റ്റ് ഏറ്റവും പ്രാധാന്യമേറിയ വിഷയം എന്താണെന്നറിയാമോ? നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ, നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ, ബ്ലഡ് ഓഫ് കവനന്റ്, blood of eternal covenant. യേശുവിന്റെ രക്തത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് പറയാൻ കഴിയോ, യേശുവിന്റെ രക്തം മുഖാന്തര ദൈവം ഞാനുമായിട്ടൊരു ഉടമ്പടി ചെയ്യോ. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ലോകത്തിൽ ഒരിടത്ത് സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഞാൻ നിനക്ക് വേണ്ടി ചെയ്യോ. Terrible things shall be happened. ഈ ഇയർ എൻഡിങ് ദിവസങ്ങളിൽ എല്ലാ പ്രാർത്ഥനകൾക്കും നിങ്ങൾക്ക് വരാൻ കഴിയത്തില്ല. ഈ ഇയർ എൻഡിങ് ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്യാനും കഴിയത്തില്ല. പക്ഷെ ഞാൻ ഒന്ന് ചോദിക്കുന്നു, ഈ ഇയർ എൻഡിങ് ദിവസങ്ങളിൽ രാത്രിയിൽ ഒരു 2 മണിക്കൂർ സെപ്പറേറ്റ് ചെയ്യാമോ? പ്രിപ്പയർ ഫോർ ആൻ എൻകൗണ്ടർ. രാത്രിയുടെ യാമങ്ങളിൽ 1 മണിക്കൂർ, 2 മണിക്കൂർ വിട്, 1 മണിക്കൂർ ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിന്ന് പ്രിപ്പയർ ടു മീറ്റ് ഹിം. എനിക്ക് എൻ്റെ അപ്പനെ ഒന്ന് കാണണം, എനിക്ക് അവന്റെ സാന്നിധ്യം ഒന്ന് വേണം. 2025 ഒരു പുതിയ തീരുമാനം എടുക്കണം. എല്ലാ ദിവസവും രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, ഇനിയും നമ്മുടെ മുമ്പിൽ ഒരു 12 ദിവസങ്ങളുണ്ട്. ആമേ, ഈ 12 ദിവസങ്ങൾ 30-ാം തീയതി രാത്രി വരെ ഞാൻ എൻ്റെ കിടക്കയ്ക്ക് ഒരു വിശ്രാമം കൊടുക്കോ? പകരം ഞാൻ എൻ്റെ മുഴങ്കാലുകൾക്ക് ഒരു ഡ്യൂട്ടി കൊടുക്കോ? ഇല്ല. മുഴങ്കാലിൽ ഇരുന്ന് ഉറക്കം വരുവാണെങ്കിൽ എൻ്റെ മുറിയിൽ ഞാൻ എഴുന്നേറ്റ് നടക്കോ? I shall prepare myself. ഞാൻ എന്നെ തന്നെ ഒന്ന് ഒരുക്കോ. എനിക്ക് എൻ്റെ കർത്താവിൻ്റെ മുഖം കാണാതെ, എൻ്റെ കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ കിട്ടാതെ ഒരു 2025 എനിക്ക് വേണ്ട. എൻ്റെ അപ്പായെ ഒരു 25 എനിക്ക് തരുന്നെങ്കിൽ, ഒരു ന്യൂ ഇയർ എനിക്ക് തരുന്നെങ്കിൽ, പുതുവർഷം കാണുന്നതിന് മുമ്പേ എനിക്ക് എൻ്റെ അപ്പൻ്റെ പൊന്നുമുഖം കാണണോ? പുതുവർഷം കാണുന്നതിന് മുമ്പേ എനിക്ക് എൻ്റെ അപ്പൻ്റെ പൊന്നുമുഖം കാണണം. I need an encounter. I need an encounter. ഇന്ന് രാത്രി ദൈവത്തോട് പറ, എനിക്കൊരു എൻകൗണ്ടർ താപ്പ.
ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ലാൽ ബറ്റാൽ ബരാദിയ ബൈബിളുകൾ അടയ്ക്കല്ലേ, പ്രസംഗം തീർന്നിട്ടില്ല. ആമേൻ. ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച്. അപ്പം മോശയോട് കവനന്റ് ചെയ്തതുപോലെ ഐ നീഡ് ആൻ എൻകൗണ്ടർ, ഐ നീഡ് ആൻ എൻകൗണ്ടർ. എനിക്കൊരു എൻകൗണ്ടർ വേണോ, എനിക്കൊരു എൻകൗണ്ടർ വേണോ, എനിക്കൊരു എൻകൗണ്ടർ വേണോ, എനിക്കൊരു എൻകൗണ്ടർ വേണോ, എനിക്കൊരു എൻകൗണ്ടർ വേണോ. ഓലാബാര സാരാധരാദി ഒന്ന് അഭിമുഖമായി അഭിമുഖമായി അഭിമുഖമായി. ഐ വാണ്ട് ടു സീ യു ലോർഡ്. എനിക്ക് അങ്ങേ ഒന്ന് കാണണം, എനിക്ക് അങ്ങേ ഒന്ന് കാണണം. എന്റെ മുറിയിൽ ഒന്ന് ഇറങ്ങി വരണം. അപ്രതീക്ഷിതമായ എൻകൗണ്ടർ അല്ല, പ്രിപ്പയർഡ് എൻകൗണ്ടർ. അപ്രതീക്ഷിത എൻകൗണ്ടർ അല്ല, ഞാൻ ദൈവസന്നിധിയിൽ പ്രിപ്പയർ ചെയ്തു പോയി പ്രാപിക്കുന്ന ഒരു എൻകൗണ്ടർ, ഞാൻ ദൈവസന്നിധിയിൽ പോയി മേടിക്കുന്ന ഒരു എൻകൗണ്ടർ. ലോർക്കറ്റർമനാദി. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ അടുക്കൽ ഞാൻ പറയാം, പ്രതികൂലത്തിൻ്റെ രാത്രികളിൽ ഞരങ്ങി നീറിയപ്പോൾ ആമേൻ ദൈവം ഇറങ്ങി വന്നത് നിങ്ങൾക്ക് പറയാനുണ്ട്. രാത്രിയൻ യാമങ്ങളിൽ കൺകൾ നനഞ്ഞിടുമ്പോ, രാത്രി യാമങ്ങളിൽ കൺകൾ നനഞ്ഞിടുമ്പോ, എന്തിനു കരയുന്നെന്ന് ചോദിപ്പാൻ യേശു മാത്രം. എന്തിനു കരയുന്നെന്ന് ചോദിപ്പാൻ യേശു മാത്രം. ഇത് എനിക്ക് നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതല്ല ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നത്. കർത്താവ് കനിഞ്ഞു നൽകുന്ന ഒരു എൻകൗണ്ടർ അല്ല, കർത്താവിൻ്റെ അടുക്കൽ നിന്ന് പിടിച്ചു മേടിക്കുന്ന ഒരു എൻകൗണ്ടർ. ഐ വാണ്ട് ടു സീ യു ലോർഡ്, ഐ വാണ്ട് ടു സീ. എനിക്കൊന്ന് കാണണം. മോശ പറഞ്ഞില്ലേ, കർത്താവേ ഇത്രയൊക്കെ എന്നോട് സംസാരിച്ചു, ഇത്രയൊക്കെ സംസാരിച്ചെങ്കിൽ എനിക്കിനി ഒരാഗ്രഹം കൂടെ ഉണ്ട്, എനിക്ക് നിന്നെ ഒന്ന് കാണണം. മോശയുടെ അടുക്ക ദൈവം പറഞ്ഞു, മോശേ അവിടെ ഒരു പാറയുണ്ട്, ആ പാറയുടെ മുകളിൽ നീ കയറി നിൽക്കണം. നീ എന്തോ ചെയ്താൽ മതി, ആ പാറയുടെ മുകളിൽ കയറി നിൽക്കണം. എന്നാൽ നീ പാറയുടെ മുകളിൽ നിൽക്കുമ്പോൾ കർത്താവിനെ കാണത്തില്ല. അടുത്ത ഭാഗം എന്താ പറയുന്നതെന്ന് അറിയാമോ? നീ പാറയുടെ മുകളിൽ നിൽക്കുമ്പോൾ ആ പാറയ്ക്കൊരു പിളർപ്പുണ്ട്. നീ ആ പാറയുടെ മുകളിൽ കയറി നിൽക്കുമ്പോൾ ആ പാറയ്ക്കൊരു പിളർപ്പുണ്ട്. ഞാൻ ആ മുകളിൽ നിന്ന് നിന്നെ എന്തോ ചെയ്യുമെന്നറിയാമോ? താഴോട്ടൊരു ടപ്പേ എന്നൊരു തട്ട് തട്ടും. നീ ആ മുകളിൽ നിന്ന് പാറയുടെ പിളർപ്പിലോട്ട് പോയി താഴെ വീഴും. അപ്പം ഞാൻ എന്തു ചെയ്യും? എൻ്റെ കൈയുടെ നിഴലുകൊണ്ട് നിന്നെ ഇങ്ങനെ മുറുക്കി കെട്ടിപ്പിടിക്കും. ഞാൻ ആ സെക്കൻഡിനകത്ത് ഞാൻ അങ്ങനെ പാസ് ചെയ്യും. നീ മേളിൽ നിന്ന് പാറയുടെ മുകളിൽ നിന്ന് ആ ക്ലഫ്റ്റിലേക്ക് താപ്പോട്ട് പോകുന്ന ആ സെക്കൻഡിനകത്ത് ഞാൻ എന്തു ചെയ്യും? ഞാൻ നിന്റെ മുമ്പിൽ കൂടെ പാസ് ചെയ്യും. ഞാൻ ആ പോകുന്ന പോക്കി നിന്നെ എൻ്റെ കൈയുടെ നിഴലിൽ ഇങ്ങനെ മറയ്ക്കും. നീ ആ ക്ലഫ്റ്റിൽ നിന്ന്, ആ പിളർപ്പിൽ നിന്ന്, കുഴിയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഞാനിങ്ങനെ നടന്നു പോകുന്നത് എൻ്റെ പിൻഭാഗം നീ കാണും. ഞാനതിനകത്തൊരു കാര്യം കൂടെ പറയാം. ദൈവം പറഞ്ഞിട്ട് ആ പാറയുടെ മുകളിൽ കയറി നിന്നത്. ദൈവം പറഞ്ഞിട്ട് പാറയുടെ മുകളിൽ കയറി നിന്നു മോശെ. ദൈവം ഇത് കാണിക്കാൻ വേണ്ടി എന്തോ ഇതെന്നറിയാമോ? തട്ടി പിളർപ്പിലിട്ടു. പക്ഷേ ദൈവം കൈയുടെ നിഴലുകൊണ്ട് അവനെ മറച്ചു. ഒരു എൻകൗണ്ടർ സീസണിലേക്ക് വരുമ്പോൾ അസാധാരണമായ വെല്ലുവിളികളും പ്രതികൂലങ്ങളും കയറി വരും. പക്ഷെ ദൈവത്തിന്റെ കൈയുടെ നിഴലിൽ ഇങ്ങനെ താങ്ങി പൊക്കി പിടിച്ചിട്ട് താങ്ക് യു ജീസസ്, ഹോളി സ്പിരിറ്റ്. ആമേൻ. ഞാൻ 2 ജീവിതങ്ങളെ പറയാമെന്നാ പറഞ്ഞത്. മോശയ്ക്ക് ഹോരേബിൽ വെച്ച് അപ്രതീക്ഷിതമായ ഒരു എൻകൗണ്ടർ കിട്ടി. പക്ഷേ സീനായിലെ എൻകൗണ്ടർ
ദൈവത്തിൻ്റെ കരുണയുണ്ടും മനസ്സിലുകൊണ്ടും ഒന്നും കിട്ടിയതല്ല. മോശ ഒരുങ്ങി മേടിച്ചതാ. ആമേൻ. ഇന്ന് രാത്രി അടുത്തിരിക്കുന്നവരുടെ അടുക്ക പറ, ഒരുങ്ങി മേടിക്കണം ദൈവത്തിൽ നിന്ന് ചിലത്. അഭിഷക്തനെ നമുക്ക് ഒരുങ്ങി മേടിക്കാം ചിലത് ദൈവത്തിൽ നിന്ന്, ഒരുങ്ങി മേടിക്കാം ചിലത്. സ്തോത്രം. ഞാൻ അടുത്ത സുപരിചിതമായ ഒരു ഭാഗത്തിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം. അതിൻ്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായി, അബ്രാമേ അബ്രാമേ. നിൽക്കട്ടെ. ആ വാക്യത്തിൽ ദൈവം അബ്രഹാമിന് ദർശനത്തിൽ ഒരു എൻകൗണ്ടർ കൊടുക്കുകയാണ്. അബ്രഹാം എന്തോ ചെയ്യുകയായിരുന്നു? നട്ടപ്പാതിരയ്ക്ക് സമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് എൻകൗണ്ടർ. ദൈവം ഇങ്ങോട്ട് വന്ന് ഒരു എൻകൗണ്ടർ കൊടുത്തു. എന്നിട്ട് ഈ എൻകൗണ്ടർ കൊടുത്തിട്ട് അബ്രാമേ അബ്രാമേ, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലമാണെന്നൊക്കെ പറഞ്ഞു. അബ്രഹാം തിരിച്ചു പറഞ്ഞു, കർത്താവ് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടാക്കുന്നതല്ല അവസാനം ദമ്മേശക്കാരനായ എലയാസർ കൊണ്ടുപോകത്തേ ഉള്ളെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഇല്ല അബ്രാമേ, ഈ നട്ടപ്പാതിരിക്ക് നീ വെളിയിലോട്ടിറങ്ങും, ഞാൻ നിന്നെ കാണിച്ചു തരാം. കർത്താവെ, പകലിറങ്ങിയിട്ട് പോലും ഒന്നും കാണാനില്ല, നീ രാത്രിയിൽ ഇറങ്ങുന്നേ, ഇരുട്ടത്താ ഞാൻ നിന്നെ കാണിക്കാൻ പോകുന്നത്. ഇരുട്ടത്ത് വെളിയിലിറങ്ങി നിന്ന് ചുറ്റിനും നോക്കിയപ്പോൾ കുറ്റാക്കൂരിരുട്ട്. നീ മുകളിലേക്ക് നോക്ക്, ആകാശത്തിലെ എണ്ണമറ്റ നക്ഷത്രങ്ങളെ കണ്ട് എണ്ണി നോക്കിപ്പിച്ചു. ഇതുപോലെ ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്ന് പറഞ്ഞു. അബ്രഹാം എന്തോ ചെയ്തു? യഹോവയിൽ വിശ്വസിച്ചു. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു. അതവന് നീതിയായി കണക്കിട്ടു. 6-ാം വാക്യം അല്ലേ? 15-ാം അധ്യായം 6-ാം വാക്യം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അബ്രഹാമിന്റെ വിശ്വാസം കണ്ടപ്പോ ദൈവത്തിന് കുറച്ചും കൂടെ അബ്രഹാമിനോട് പറയണമെന്നൊരാഗ്രഹം. നമ്മുടെ വിശ്വാസം കണ്ട് ദൈവം നമ്മളിൽ വലിയ കാര്യങ്ങളൊക്കെ ഫലമേൽപ്പിക്കും. അന്നേരം പിന്നെ നമ്മൾ ആരാണെന്ന് ദൈവം അറിയുന്നത്. മക്കളെ തരുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം വിശ്വസിച്ചു. ദൈവത്തിന് അങ്ങ് ഇഷ്ടം കയറി. ദൈവം 7-ാം വാക്യത്തിൽ അബ്രഹാമിന്റെ അടുക്ക പറഞ്ഞു, അബ്രഹാമേ, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാനാ ഞാൻ നിന്നെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. അബ്രഹാം വിശ്വസിച്ചോ? ഇല്ല. അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, പിള്ളേരെ തരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ചു. 8-ാം വാക്യം, ഞാനിതൊക്കെ എങ്ങനെ അറിയുന്നു? ഈ ദേശത്തെ മുഴുവൻ തരാൻ എന്നെ വിളിച്ചോണ്ട് വന്നേന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഞാനൊരു പാവപ്പെട്ട മനുഷ്യൻ. ഇപ്പം സൊദോം ഗൊമോറ രാജാക്കന്മാരുടെ അവിടുത്തെ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്ന കഷ്ടപ്പാട് എനിക്കറിയാം. അന്നേരം ഇപ്പൊ പറയുന്നു, ഈ ദേശത്തെ മുഴുവനും കൂടെ നിന്റെ സന്തതിക്ക് തരുമെന്ന്. ഇതൊക്കെ നടക്കുവോ കർത്താവേ? വിശ്വാസികളുടെ, എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ അവിശ്വാസങ്ങളിൽ, ബലഹീനതകളിൽ തുണ നിൽക്കുന്നവനാണ് കർത്താവ്. അബ്രഹാം പറഞ്ഞു, കർത്താവെ, എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന്. നിനക്ക് വിശ്വസിക്കാൻ വയ്യെങ്കിൽ തരാനും വയ്യ എന്നാണോ കർത്താവ് പറഞ്ഞേ? ദൈവം അബ്രഹാമിന്റെ അടുക്ക് പറഞ്ഞു, നിനക്ക് വിശ്വസിക്കാൻ വയ്യെങ്കിൽ ഒരു കാര്യം, ഞാൻ പറഞ്ഞ വാക്ക് നിനക്ക് വിശ്വസിക്കാൻ വയ്യെങ്കിൽ എന്തോ ചെയ്തേക്കാം, ഇന്ന് തന്നെ നമുക്ക് എഗ്രിമെന്റ് എഴുതി സൈൻ ചെയ്ത് തന്നേക്കാം. നിനക്ക് വിശ്വാസമില്ല, ഞാൻ പറഞ്ഞ വാക്കിനെ നിനക്ക് വിശ്വാസമില്ല, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, എഴുതി ഒപ്പിട്ട് തന്നേക്കാം. ദൈവത്തെ അവിശ്വസിച്ചപ്പോൾ ദൈവം അബ്രഹാമിനെ തള്ളിക്കളയുകയല്ല. ദൈവം അബ്രഹാമിന്റെ അടുക്കൽ പറഞ്ഞു, നിനക്ക് തെളിവ് വേണം അല്ലേ? നീ ഒരു കാര്യം ചെയ്യ്. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കർത്താവായ യഹോവേ, ഞാനതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തോന്നിനാൽ അറിയാമെന്ന് അവൻ ചോദിച്ചു. അവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവേ പിളർന്നു ഭാഗങ്ങളെ നേർക്കുനേരെ വെച്ചു. ഇതെന്തിനാ ഇങ്ങനെ ചെയ്തത്? നമ്മുടെ ഇടയിൽ പണ്ട് പറയും, പക്ഷികളെ പിളരാഞ്ഞത് കൊണ്ടാണ് റാഞ്ചൻ പക്ഷി ഇറങ്ങിയത്, അത് ആട്ടിക്കളഞ്ഞത് ദോഷമായി, ഇതൊക്കെ പറയും. ഇത് യെരമ്യാ പ്രവചനം 34-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ ഇതെന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. യെരമ്യാ പ്രവചനം 34-ാം അധ്യായം 18-ാം വാക്യം, കാളക്കുട്ടിയെ 2ആയി പിളർന്ന് അതിൻ്റെ പിളർപ്പുകളുടെ നടുവേ കടന്നുകൊണ്ട് എൻ്റെ മുമ്പാകെ ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ തന്നെ. ഇവിടെ കണ്ടോ, കവനന്റ്.
which they had made before me, when they cut the calf in twain and passed between the parts thereof. ഒരു മൃഗത്തെ, ഒരു കാളക്കുട്ടിയെ, ഒരു ആട്ടുകൊറ്റനെ പിളർന്നിട്ട് അതിൻ്റെ നടുവിൽ കൂടി നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കവനന്റ് ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് ആ വാക്യം വായിച്ചപ്പോൾ മനസ്സിലായി കാണുമെന്ന് ചിന്തിക്കുന്നു. സമയ ചുരുക്കം കൊണ്ട് ഞാൻ സ്പീഡിൽ പോവുകയാണ്. കാളക്കുട്ടിയെ രണ്ടായി പിളർന്ന് അതിൻ്റെ പിളർപ്പുകളുടെ നടുവേ കടന്നുകൊണ്ട് എൻ്റെ മുമ്പാകെ ചെയ്ത നിയമം. അപ്പോൾ അത് അന്നത്തെ ഒരു ട്രഡീഷൻ ആയിരുന്നു. ദൈവം നിയമം ചെയ്യുകയാണെങ്കിൽ, ആമേൻ, ഒരു രണ്ടു പേർ തമ്മിൽ നിയമം ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? പിളർന്നു വെച്ചിട്ട് അതിൻ്റെ രക്തത്തിൽ കൂടെ നടന്നു പോകും. സ്തോത്രം. ദൈവം അബ്രാമിൻ്റെ അടുക്ക പറഞ്ഞു, ഓക്കെ, നമുക്കങ്ങ് കവനന്റ് ആക്കിയേക്കാം, എഗ്രിമെന്റ് എഴുതി സൈൻ ചെയ്ത് രജിസ്റ്റർ ചെയ്തേക്കാം. അതിന് എഗ്രിമെന്റ് പേപ്പർ മേടിച്ചോണ്ട് നീ രജിസ്റ്റർ ഓഫീസിൽ വന്നേര്, ഞാനങ്ങ് വന്നേക്കാമെന്ന് പറഞ്ഞു. അബ്രഹാം പോയി കാളയെയും ആട്ടുകൊറ്റനെയും കുഞ്ഞാടിനെയും ഒക്കെ മേടിച്ച് എഗ്രിമെന്റ് പേപ്പറും മേടിച്ച് എല്ലാം എഴുതിപ്പിച്ച് റാഞ്ചൻ പക്ഷികളെ വെച്ചിട്ട് അബ്രഹാം കാത്തിരിക്കുക. അബ്രഹാം കാത്തിരിക്കുമ്പോൾ റാഞ്ചൻ പക്ഷികൾ കടന്നു വന്നു. സ്വാഭാവികം, ചോരയുടെ മണമടിച്ചാൽ പകൽ നേരത്ത് ആര് വരും? പക്ഷികൾ വരും. പക്ഷെ സൂര്യൻ അസ്തമിച്ചിരുട്ടായി, ചോരയുടെ മണമടിച്ച് പകല് പക്ഷി വരും. അതിനെ അബ്രഹാമിന് എന്തോ ചെയ്യാൻ കഴിയും? ആട്ടിക്കളയാം. പക്ഷെ ചോരയുടെ മണമടിച്ച രാത്രിയിൽ ആരാ വരുന്നേ? ചോരയുടെ മണമടിച്ചാൽ പകല് പക്ഷി വരും, പക്ഷെ രാത്രിയിൽ ആര് വരും? യെസ്, കാട്ടുമൃഗം വരും. പകല് വരുന്ന റാഞ്ചം പക്ഷിയെ അബ്രഹാമിന് ആട്ടിക്കളയാം, പക്ഷെ രാത്രി വരുന്ന കാട്ടുമൃഗത്തെ അബ്രഹാമിന് ആട്ടിക്കളയാൻ പറ്റുമോ? ദൈവം അബ്രഹാമിന്റെ അടുക്ക പറഞ്ഞു, ഞാൻ നിന്നോട് നിയമം ചെയ്യാം, ഞാൻ ഇന്ന് രാത്രി ഒരു എൻകൗണ്ടർ തരാം. ആ എൻകൗണ്ടറിന് വേണ്ടി നീ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്ത് സൂര്യൻ അസ്തമിക്കുന്നിടം വരെ വന്നില്ല. സൂര്യൻ അസ്തമിച്ചിരുട്ടായപ്പോൾ അബ്രഹാമിന് ദൈവം എന്ത് ചെയ്തു? ഒരു ഗാഢനിദ്ര വരുത്തി. കാരണം ദൈവത്തിനറിയാം, അല്ല എങ്കിൽ ഈ രാത്രി ഇവൻ കാട്ടുമൃഗങ്ങളെ പേടിച്ച് ഒരു പക്ഷേ ഇവിടെ ഇരുന്ന് എന്തോ ചെയ്യും? ഇവിടെ ഇരുന്ന് അറ്റാക്ക് വന്ന് തട്ടിപ്പോവും. ദൈവം അതുകൊണ്ട് അബ്രഹാമിന്റെ അടുക്ക പറഞ്ഞു, നീ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങ്. ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവർക്ക് സ്ലീപ്പിംഗ് പിൽസ് കൊടുക്കാൻ ലോകത്തെ പഠിപ്പിച്ചത് ആരാന്ന് ഇപ്പൊ മനസ്സിലായോ? രാത്രി കാട്ടുമൃഗം വരുമോ എന്ന് ആദി കയറിയ അബ്രഹാമിന് ദൈവം ഒരു സുഖകരമായ ഉറക്കം കൊടുത്തു. എൻ്റെ സഹോദരങ്ങളെ, അന്ന് രാത്രി ഞാൻ ചിന്തിക്കുകയാണ്, ചോരയുടെ മണമടിച്ച് ഒരു കാട്ടുമൃഗം അവിടെ വന്നാൽ രാവിലെ കണ്ടിച്ചിട്ട കട്ട പിടിച്ച ചോരയായിരിക്കും ആ മൃഗം ആദ്യം നക്കുന്നേ. ഇപ്പുറത്ത് ഉറങ്ങിക്കിടക്കുന്ന ജീവനുള്ള മനുഷ്യനെ ആയിരിക്കും ആദ്യം പിടിക്കുന്നേ, ജീവനുള്ളതിനെ. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ആ അബ്രഹാമിനെ ഇങ്ങനെ കാലെ പിടിച്ച് കടിച്ചോണ്ട് ആ സിംഹം വലിച്ചോണ്ടൊരു പോക്ക് പോയനെ. അത് പിടിച്ചോണ്ട് പോകുന്ന പോക്കിലായിരിക്കും അബ്രഹാം തല ഉയർത്തുമ്പോൾ കാലെവിടെ ഇരിക്കുക? അല്ലേ ഉടലെവിടെ ഇരിക്കുക? സിംഹത്തിന്റെ വായിൽ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അന്ന് രാത്രി കാട്ടുമൃഗങ്ങൾ ഇറങ്ങാതെ വണ്ണം വേലി കെട്ടി അബ്രഹാം കിടന്നുറങ്ങുമ്പോ അതിന്റെ അടുത്ത് ആര് നിപ്പുണ്ടായിരുന്നു? ഒരു ദൈവത്തിന്റെ ദൂതൻ കാവല് നിൽക്കുകയായിരുന്നു. സൂര്യൻ അസ്തമിച്ചിരുട്ടായി അബ്രഹാം ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ രാത്രിയുടെ ഇരുട്ടിനകത്ത് അബ്രഹാം കണ്ടോ, ഇതാ പിളർന്നിരിക്കുന്ന ആ മൃഗങ്ങളുടെ നടുവിൽ കൂടെ ഇതാ ഒരു തീപ്പന്തം പോലെ ആമേൻ, ദൈവം അതിൽ കൂടെ അവനോട് കടന്നു പോവുക. 17-ാം വാക്യം, സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം പുകയുന്ന ഒരു തീച്ചുള ആ ഭാഗങ്ങളുടെ നടുവേ ജലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. 18-ാം വാക്യം, അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. കണ്ടോ, ഇവിടെ ദൈവം അബ്രഹാമിന് ഒരു എൻകൗണ്ടർ നൽകുകയാണ്. ദൈവം നേരിട്ട് വന്ന് അബ്രഹാമിന് ഒരു എൻകൗണ്ടർ നൽകുന്നു. എപ്പോഴാണ് എൻകൗണ്ടർ നൽകിയതെന്നറിയാമോ? അവൻ ദൈവത്തെ എതിരേൽക്കാൻ തക്കവണ്ണം ഒരുങ്ങിയപ്പോൾ. അവൻ ദൈവത്തെ എതിരേൽക്കാൻ ഒരുങ്ങി. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തെ എതിരേൽക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നത്തിനകത്തല്ല ദൈവം വരുന്നത്, നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നം ഏതാ? പകൽ നേരത്ത് വരുന്ന റാഞ്ചൻ പക്ഷി. നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നം ഏതാ? രാത്രിയിൽ വരുന്ന കാട്ടുമൃഗം.
ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നം നമ്മൾ പരിഹരിക്കണം. ആട്ടിക്കളയാൻ പറ്റുന്നതിനൊക്കെ ആട്ടിക്കളയണം. പറ്റാത്ത വിഷയത്തിൽ ദൈവം നൽകുന്ന ഗാഠനിദ്രയ്ക്കകത്ത് തമ്പുരാന്റെ പാദത്തിങ്കൽ റെസ്റ്റ് ചെയ്യണോ, അന്ന് രാത്രി ദൈവത്തിന്റെ എൻകൗണ്ടർ കിട്ടും. ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തോട് പറയട്ടെ, അവിശ്വാസത്തിന്റെ സംശയത്തിന്റെ പോരാട്ടങ്ങളിൽ നീ ആടി ഉലയുമ്പോൾ ഇന്ന് രാത്രി കർത്താവ് നിനക്കൊരു എൻകൗണ്ടർ തരും. ഞാൻ മുൻപേ പറഞ്ഞ വിഷയത്തെ ആവർത്തിക്കുകയാണ്. കർത്താവേ, എനിക്ക് 2025 കാണണമെങ്കിൽ ആദ്യം നിന്റെ മുഖം കാണണം. നിന്നെ കാണാതെ ഒരു പുതുവർഷം എനിക്ക് വേണ്ട. നിന്റെ മുഖം കാണാതെ എനിക്കൊരു പുതുവർഷം വേണ്ട. കണ്ണുകളെ അടച്ചാട്ടെ. ഞാൻ മറ്റൊരു വിഷയം കൂടെ പറയുവാനാണ് കടന്നു വന്നത്, പക്ഷെ സമയം അവസാനിക്കുകയാണ്. ഇന്ന് രാത്രികാല എല്ലാവരും നമുക്ക് ബാഗുകളൊക്കെ ലാസ്റ്റിൽ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ബൈബിളുകളെ മാത്രം അടക്കി 1 മിനിറ്റ് കണ്ണുകളെ അടച്ചാട്ടെ. കഴിവുള്ളവർ 1 നിമിഷം മുഴങ്കാലുകളിൽ നിന്നാട്ടെ. 1 നിമിഷം അപ്പന്റെ പൊന്നുമുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തി ഒന്ന് പറഞ്ഞ്, അപ്പൊ ഐ നീഡ് ആൻ എൻകൗണ്ടർ. എനിക്കൊരു എൻകൗണ്ടർ വേണം. എന്റെ മുറിയിൽ ഒന്ന് ഇറങ്ങി വരണം. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒന്ന് ഒരുങ്ങ്. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒന്ന് ഒരുങ്ങ്. നിന്റെ ദൈവത്തെ ഒന്ന് റിസീവ് ചെയ്യാം. നിന്റെ ദൈവത്തെ ഒന്ന് ഫേസ് ടു ഫേസ് കാണാ. ഇന്ന് രാത്രി എത്ര പേർ പറയാ, അപ്പാ എനിക്ക് അങ്ങേ ഒന്ന് കാണണം, എനിക്ക് അങ്ങേ ഒന്ന് കാണണം. എല്ലാവരും നിർബന്ധമായി മുഴങ്കാലിൽ നിൽക്കാനല്ല ഞാൻ പറഞ്ഞത്, കഴിയുന്നവർ മാത്രം മതി. ഇന്ന് രാത്രി സ്വർഗത്തിലേക്ക് കണ്ണും കരവും ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, അപ്പാ എനിക്കൊരു എൻകൗണ്ടർ വേണം. എന്റെ മുറിക്കകത്തൊരു എൻകൗണ്ടർ വേണം. എന്റെ വീട്ടിനകത്തൊരു എൻകൗണ്ടർ വേണം. എന്റെ പ്രാർത്ഥനാ മുറി, ഐ നീഡ് ആൻ എൻകൗണ്ടർ. എനിക്ക് എന്റെ അപ്പനെ ഒന്ന് ഫേസ് ടു ഫേസ് കാണണം. ഐ വാണ്ട് ടു സീ യു ലോർഡ്. എനിക്ക് എന്റെ യേശുവിനെ ഒന്ന് കാണണം. എനിക്ക് എന്റെ യേശുവിനെ കാണണം. എനിക്ക് എന്റെ യേശുവിനെ കാണണം. രബാല ബൗഡബ പ്രവാജിയ രബാല ഗൈഡര തരാദിയ ആബ പ്രവാശിയ. അപ്പാ ഐ നീഡ് ആൻ എൻകൗണ്ടർ. മാറത്ത് പൊൻകച്ച കെട്ടി ഓ റബ പ്രവാനി നിലയങ്കി ധരിച്ച് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുമായി പത്മോസിൽ ഇറങ്ങി വന്നതുപോലെ ഐ നീഡ് ആൻ എൻകൗണ്ടർ ഓ ലോർഡ്. റബ ലാബ ജാര ജാര റംബ ലാഗ ജാര ധാര റീബ ജാന വൈഡ രാഗ. 1 നിമിഷം ആദരം തുറന്ന് പ്രാർത്ഥിച്ചാട്ട്, എനിക്കൊരു എൻകൗണ്ടർ വേണം. ഇപ്പോൾ ആരും അന്യഭാഷകളിലല്ല, ആദരം തുറന്ന് ദൈവത്തോട് വ്യക്തിപരമായി പറഞ്ഞാട്ട്, എന്റെ പ്രാർത്ഥന മുറിയിൽ, എന്റെ പ്രാർത്ഥന മുറിയിൽ എനിക്കൊരു എൻകൗണ്ടർ വേണം. ഈ 2024 തീരുന്നതിന് മുമ്പേ എനിക്ക് എന്റെ അപ്പനെ ഒന്ന് കാണണം. കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിച്ചാട്ട്, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. I want to touch you Lord. I want to see you Lord. Labara Jardania Ralba Pravaja Garma Hasia Ragajana Ralte Nimajaba Proude Belosia Ral Katelberia Rasaperia Ralba Talboria Sartenia Ralbara Hartanadia. 1 നിമിഷം ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച്, കൃപ ലഭിച്ചവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയാട്ടെ. കൃപ ലഭിച്ചവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയാട്ടെ. I need an encounter oh Lord. I need an encounter oh Lord. I need an encounter oh Lord. Arbebele sia bravogia Ralba Talbo Ramasia Reketenia Ral Patelbere sia Mrosia Ralbene Hasie Regajar Benadi Ralbana Hadana Masartana Bahasia Ralba Harana Sartenia Ralbana Harbana Hasiara Vardhenia Rajana Rajana Rajanaria Abaraba Pravania. ഇന്ന് രാത്രി ഒരു എൻകൗണ്ടറിലേക്കുള്ള റൂട്ട് ഓപ്പൺ ആയി വരട്ടെ. ഒരു എൻകൗണ്ടറിലേക്കുള്ള റൂട്ട് ഓപ്പൺ ആയി വരട്ടെ. ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം, രാത്രികളിൽ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന ഒരു അഭിഷേകം, ദൈവ സാന്നിധ്യത്തിലേക്ക് കയറി പോകുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി ചിലരുടെ പരിശുദ്ധാത്മാവ് ഒന്ന് റിലീസ് ചെയ്യട്ടെ. റാൽ ബറ്റൽ ബറ്റൽ ബാരിയ രാ 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 രാ. ഏഴു നക്ഷത്രം വലങ്കയിൽ പിടിച്ച് രാജാ മൂടി ശിരസതിൽ ധരിച്ച് 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച്
ഏറെ രാജാമൂടി ശിരസതിൽ ധരിച്ച് 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. ദാവീദ് ഗോത്രത്തിൻ സിംഹമായോനേ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനേ, ദാവീദ് ഗോത്രത്തിൻ സിംഹമായോനേ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനേ. നീ തുറന്നാൽ അത് അടയ്ക്കുവതാര്, നീ അടച്ചാൽ അത് തുറക്കുവതാര്. നീ തുറന്നാൽ അത് അടയ്ക്കുവതാര്, നീ അടച്ചാൽ അത് തുറക്കുവതാര്. ഭൂതസഞ്ചയത്തിൻ ആരാധ്യൻ ക്രിസ്തു, പുസ്തകം തുറപ്പാൻ യോഗ്യനായോനേ. മടങ്ങുജയത്തിൻ ആരാധ്യൻ ക്രിസ്തു, പുസ്തകം തുറപ്പാൻ യോഗ്യനായോൻ. മടങ്ങിടുമേ സർവമുഴങ്കാലുകളും എല്ലാ നാവും പാടിടും നിന്നെ. മടങ്ങിടുമേ സർവമുഴങ്കാലുകളും എല്ലാ നാവും പാടിടും നിന്നെ. 7 നക്ഷത്രം കയ്യിൽ പിടിച്ച് മുടി ശിരസതിൽ ധരിച്ച് 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. മുടി ചൂടി ശിരസിൽ വന്നാൽ പൊന്മുടി ചൂടി എഴുന്നള്ളി വരുമേ. മുൾമുടി ചൂടിയ ശിരസിൽ ഹളന്നാൾ പൊന്മുടി ചൂടി താൻ എഴുന്നള്ളി വരുമേ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അന്ന് മാറ്റം ഭവിച്ചിടും താതന്റെ വരവിൽ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അന്ന് മാറ്റം ഭവിച്ചിടും താതന്റെ വരവിൽ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചും ഏറെ രാജാമൂടി ശിരസതിൽ ധരിച്ചും 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. ദാവീദ് ഗോത്രത്തിൻ ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനെ, ദാവീദ് ഗോത്രത്തിൻ സിംഹമായോനെ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനെ. നീ തുറന്നാൽ അത് അടയ്ക്കുവതാര്, നീ അടച്ച അത് തുറക്കുവതാര്. നീ തുറന്നാൽ അത് അടയ്ക്കുവതാര്, നീ അടച്ചാൽ അത് തുറക്കുവതാരും. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഏറെ രാജ മൂടി ശിരസതിൽ ധരിച്ച് 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. ദൂതസഞ്ചയത്തിൽ ആരാധ്യൻ ക്രിസ്തു, പുസ്തകം തുറപ്പാ യോഗ്യനായോനേ. ദൂതസഞ്ചയത്തിൽ ആരാധ്യൻ ക്രിസ്തു, പുസ്തകം തുറപ്പാ യോഗ്യനായോനേ. മടങ്ങിടുമേ സർവമുഴങ്കാലുകളും എല്ലാ നാവും പാടിടും നിന്നെ. മടങ്ങിടുമേ സർവമുഴങ്കാലുകളും എല്ലാ നാവും പാടിടും നിന്നെ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചു ഏറെ രാജാമൂടി ശിരസതിൽ ധരിച്ചു. 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചു ഏറെ രാജാ മൂടി ശിരസതിൽ ധരിച്ചു. 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ
എഴുന്നള്ളി വന്നോനേ. ആമേൻ. എഴുപൊന്നില വിളക്കുകളതി നടുവിൽ എഴുന്നള്ളി വന്നോനേ. എഴുപൊന്നില വിളക്കുകളതി നടുവിൽ എഴുന്നള്ളി വന്നോനെയോ. ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കളെ ഒരു എൻകൗണ്ടറിന് വേണ്ടി ഹല്ലേലൂയ ഈ വർഷം തീരുന്നുണ്ട്. ഹല്ലേലൂയ കർത്താവിനെ കാണുക. ഹല്ലേലൂയ Praise the Lord. ദൈവമക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ദൈവദാസനെ ദൈവം ബലപ്പെടുത്തി. നാളെ പകൽ സമയം പ്രിയ സാജൻ ബ്രദറിന്റെ ഭവനത്തിൽ, ഗോബ്രയിലുള്ള ഭവനത്തിൽ സ്തോത്രം നമ്മളെ വാസപ്രാർത്ഥന നടക്കുന്നു. നാളെ വൈകുന്നേരം ഇതേ ഹാളിൽ 8 മണിക്ക് മീറ്റിംഗ് നടക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂൾ എക്സാം നാളെ ഹോൾ നമ്പർ 3 നടക്കുന്നു. നമുക്കത് കേട്ട ദൂതിൽ മുമ്പിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ ജോസ് അങ്കിൾ, പ്രൈസ് ദി ലോർഡ്. ജോസ് ബ്രദർ, ബഹുശಃ ജോസ് ബ്രദർ ഈ സമയത്ത് ചുരുക്ക വാചകങ്ങളിൽ പ്രാർത്ഥിക്കും. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ദൈവവചനത്തിലൂടെ ഞങ്ങൾ കേട്ടതുപോലെ കർത്താവിനെ എതിരേൽപ്പാൻ ഞങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ മനസ്സും, ഞങ്ങളുടെ ആത്മാവും ഹല്ലേലൂയ ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ, ഒരു ഉടമ്പടിയിലാകുവാൻ പരിശുദ്ധ ദൈവം ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ അവിടുന്ന് വിലക്കി വാങ്ങിയതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്ത വലിയ അത്ഭുതത്തിനായി സ്തോത്രം കർത്താവേ. ഞങ്ങൾക്കെതിരെ ഉയർന്ന എല്ലാ പ്രതിസന്ധികളെ ഹല്ലേലൂയ അവിടുത്തെ ശക്തിയാൽ അവിടുന്ന് നീക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ഹൃദയം കർത്താവേ ദൈവസന്നിധിയിൽ എപ്പോഴും ഒരുങ്ങി, ദൈവസന്നിധിയിലുള്ള ഹല്ലേലൂയ ദൈവവചനത്തിന്റെ പ്രമാണപ്രകാരം ഒരുങ്ങിക്കൊണ്ട് കർത്താവേ ദൈവിക ഉടമ്പടികളിൽ ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ ഹൃദയം ഉറപ്പാൻ പരിശുദ്ധ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ, വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ഉള്ളങ്ങളോട് സംസാരിപ്പാൻ, അത് ജീവനും ചൈതന്യം തരുന്ന വചനമായിരിക്കാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ നടക്കുവാൻ, വലിയ അത്ഭുതങ്ങൾ നടക്കുവാൻ, വലിയ രൂപാന്തരം നടക്കുവാൻ പരിശുദ്ധ ദൈവം സഹായിക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഹല്ലേലൂയ. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വലിയ അത്ഭുതങ്ങൾക്കായി സ്തോത്രം കർത്താവേ. അത് ഞങ്ങളുടെ സകല മണ്ഡലങ്ങളിലും അനുഭവിപ്പാൻ ഒരു വലിയ സ്വാതന്ത്ര്യം നൽകിയതിനായി സ്തോത്രം കർത്താവേ. സൂക്ഷിപ്പാനോടുത്തെ ദാസനെ ദൈവം ശക്തീകരിച്ചല്ലോ. ക്രൂസിന്റെ മറവിലും മറച്ചിനായി സ്തോത്രം. നാളെ നടക്കുന്ന മീറ്റിംഗിനായി സ്തോത്രം. വരും ദിവസങ്ങളിൽ നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകൾക്കായി സ്തോത്രം കർത്താവേ. പരിശുദ്ധാത്മാവെല്ലാം നിയന്ത്രിക്കുന്നതിനായ സ്തോത്രം. ദൈവകൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, ബലപ്പെടുത്തണം. പ്രാർത്ഥനയായിട്ടിരിക്കുക സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം അനുഗ്രഹം നമ്മളോട് കൂടെ, പ്രത്യേകിച്ച് വരും ദിവസങ്ങൾ നടക്കുന്ന ഓരോ വാസ പ്രാർത്ഥന സെഷനും കൂടെ കർത്താവിന്റെ മടങ്ങി വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ചേർന്ന് കർത്താവിന്റെ കരങ്ങളിൽ എത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. Praise the Lord. God bless all of you. ശനിയാഴ്ച വൈകുന്നേരം തുടങ്ങിയുള്ള മീറ്റിംഗ്സിൽ നമുക്ക് കട്ടൻ കാപ്പിയുടെ അറേഞ്ച്മെന്റ്സും സ്തോത്രം നമ്മൾ ചെയ്യും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗോ ബാക്ക് ബ്ലെസ്ഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെല്ലാം വേഗത്തിൽ നിങ്ങൾ വണ്ടിയിലെല്ലാം കയറിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. God bless. God bless. എക്സാംസ് ഉള്ള കുഞ്ഞുങ്ങൾ ഓൾ ദി ബെസ്റ്റ്. സൺഡേ സ്കൂൾ എക്സാംസ് നന്നായിട്ട് പെർഫോം ചെയ്യണം. God bless you.
ആ